हरे कृष्णा सर्वം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. നമ്മുടെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്നിപ്പതേ അന്നദാനം പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. 127 പേർക്കുള്ള അന്നദാനമാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. മഞ്ജരീസിൻ്റെ കാരുണ്യം കൊണ്ട് 127 പേര് ഇന്ന് രാത്രി അത്താഴപ്പട്ടിണി ഇല്ലാതെ സുഖമായി കിടന്നുറങ്ങും. ഹരേ കൃഷ്ണ. 127 പേരുടെ അന്നദാനമാണ് ഇന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. കഴിഞ്ഞോ ബിന്ദമ്മേ? ഇനിയുണ്ടോ? 127 പേരുടെ ഫുഡുണ്ട്. എന്നത്തെയും പോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ്. വളരെ ശ്രേഷ്ഠമായൊരു കാര്യമാണ് അന്നദാനം എന്ന് പറയുന്നത്. അന്നദാനം ചെയ്യാൻ സാധിക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കഴിഞ്ഞോ? ഞാൻ പോയിട്ട് വരേ. വല്ലതും വാങ്ങിക്കണ്ടോ? പാല് അപ്പാ അന്നദാനം കൊടുക്കുന്നതുക്കാக போகிறேன். അന്നദാനം കൊടുക്കുന്നതുக்கு. ആമാ ആമാ ആമാ. ഞങ്ങളുടെ ഹൗസ് ഓണർ അപ്പയാണ്. എവിടെ പോവാന്ന് ചോദിച്ചു. അന്നദാനം കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. എന്താ പാലാണോ? തോരൻ വെക്കാനൊന്നുമില്ല, പച്ചക്കറി ഇല്ല. ആ ക്യാബേജ് വാങ്ങി. ഇതൊന്നും എടുത്തേ. പപ്പടല്ലേ? പപ്പടം, ക്യാബേജ്, പാല്, തേങ്ങ. പപ്പടം, പാല്, ക്യാബേജ്, തേങ്ങ, പിന്നെ കറിവേപ്പില നമുക്ക് മരത്തേന്ന് പറിക്കാം. പിന്നെ തൈര്. ചെറിയുള്ളി നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ. അമ്മൂന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങണ്ട, അത് അമ്മ വാങ്ങിച്ചോളൂ. പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പാല്, തേങ്ങ, പപ്പടം, തൈര്. അരി ഉണ്ടോ? അരി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വരാം. നാളെ മേടിച്ചാൽ മതി. ബിന്ദുമ്മ താഴെ പോയി ചെറിയുള്ളി എടുക്കാറുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ ചമ്മന്തി അരച്ച് തിന്നാറുണ്ടാ? ആ കള്ളച്ചിരി കണ്ടിട്ട് എന്തോ എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു കള്ളത്തിന് പെട്ടെന്ന് എങ്ങനെ വായിക്കാത്ത ചെറിയുള്ളി വന്നു. പിന്നെ ചെറിയുള്ളി അമ്മൂന് ചോദിക്കുന്നുണ്ട്. അത് പറയ്. അപ്പൊ അവിടെ പോയി എടുത്ത് ചമ്മന്തി അരച്ച് തിന്നാറുണ്ട്. അളിയന്റെ ഫേവറേറ്റ് ഒരു ചമ്മന്തി ഉണ്ട്, ചിന്ന വെങ്കായവും മുളകാവും ചേർത്ത്. അത് ശരി. അതില്ല ഇപ്പൊ. ഞാൻ കയ്യോടെ പിടിച്ച്. ശരി എന്നാ ഇപ്പോഴാമോ തമ്പി? നോക്കെ. എന്ത് ബിസ്ക്കറ്റാ? എന്ത് ബിസ്ക്കറ്റ്? എന്ത് ബിസ്ക്കറ്റ്? ഇപ്പൊ കഴിച്ച ബിസ്ക്കറ്റാ? ഗുഡ് ഡേ ബിസ്ക്കറ്റാ? വേണോ? ഒരു 10 രൂപയുടെ മിക്സ്ചറും ഗുഡ് ഡേ ബിസ്ക്കറ്റും വേണമെന്ന്. ശരി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഗുഡ് ഡേ ബിസ്ക്കറ്റ്, മിക്സ്ചർ, ക്യാബേജ്, തൈര്, പാല്, പപ്പടം. ശരി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. തേങ്ങ. ഓക്കെ മതി, ഞാൻ പോട്ടെ. ശരിയെന്ന്. അളിയൻ ആള് കൊള്ളാം. അപ്പളല്ല പപ്പടം. ഇന്നത്തെ അന്നദാനം ആശ യു നായർ പൂരാടം 1 അന്നദാനം, ശ്രീരാജ് ബി പിള്ള 5 അന്നദാനം, മധു അദ്ദേഹം ഗൾഫിലാണേ, അദ്ദേഹത്തിൻ്റെ വക 20 അന്നദാനം, രോഹിൻ ആദിത്യ രാജേഷ് പുണർദം, പിന്നെ അദ്വൈത് രാജേഷ് പുണർദം 3 അന്നദാനം, കിഷോർ 13, സെൽവരാജ് കെയർ ഓഫ് സെൽവരാജിൻ്റെത് കെയർ ഓഫ് ഹർഷ സജി രേഷ്മ സജി അവരാണ് 38 അന്നദാനം. പിന്നെ ആനന്ദവല്ലി അവർ 11 അന്നദാനം, ജയപ്രകാശ് 4,
വിഷ്ണു വേണുഗോപാൽ 6, ഗോപിനാഥൻ 7, സനീഷ് ഉത്രാടം 11, നന്ദന പ്രകാശ് 1, പ്രവീൺ മകം 6, പിന്നെ സരസ്വതി രേവതി അവർ 6 എണ്ണം തന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരെണ്ണമാണ് ഇന്ന് കൊടുക്കുന്നത്, 5 എണ്ണം മറ്റന്നാൾ കൊടുക്കും. നാളെ അന്നദാനം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും അന്നദാനമാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. 127 അന്നദാനം. ഓക്കെ, 127 പേരുടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 127 പേരിന്ന് മഞ്ചരീസിൻ്റെ കാരുണ്യം കൊണ്ട് പട്ടിണി ഇല്ലാതെ സ്വസ്ഥമായിട്ട് അത്താഴം കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ഇത് വലിയൊരു കാര്യമാണല്ലോ. ഇപ്പം ഇന്നത്തോടെ നമ്മൾ അടുപ്പിച്ച് 4ാമത്തെ ദിവസമാണ് അന്നദാനം കൊടുക്കുന്നത്. നാളെ കൊടുക്കാൻ പറ്റില്ല, നാളെ എനിക്ക് ഷൂട്ടുണ്ട്. വേണ്ട, ടി നഗർ അന്നദാനം കൊടുക്കുന്നത് 4ാമത്തെ ദിവസമാണ്. ഓക്കെ, താങ്ക് യു മാതാജി. ഓപ്പറേഷൻ ജനുവരി 6, 5-ന് അഡ്മിറ്റ് ആവും, 6-ന്. അപ്പോഴേക്കും ഇതാണ്, എനിക്ക് അന്നദാനങ്ങളൊക്കെ ഒന്ന് തീർക്കണം, മെസ്സേജുകളൊക്കെ ഒന്ന് തീർക്കണം. ആ, ബിന്ദുമ്മയുടെ കൊച്ചു കൊച്ചു ആഗ്രഹമൊന്നുമല്ല, ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല. അത് ഇപ്പം പറഞ്ഞതും ഓക്കെ, പക്ഷേ ആളങ്ങനെയൊന്നല്ല, ആള് വേറെ ലെവലാണ്. അത് പോട്ടെ, സാരല്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയും, മേടിച്ചു കൊടുക്കാനൊക്കെ പറയും, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, ഇല്ല എന്നൊന്നും പറയില്ല. ഹരേ കൃഷ്ണ അച്ഛ. അപ്പോൾ നമ്മളിപ്പം 4ാമത്തെ ദിവസം ആണ് അന്നദാനം കൊടുക്കുന്നത് അടുപ്പിച്ച്. അത് കുറേ അന്നദാനങ്ങൾ പെൻഡിങ് ആയതുകൊണ്ട് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ ഞാൻ ശ്രമം നടത്തിയതാണ്. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും കുറച്ച് അന്നദാനങ്ങൾ പെൻഡിങ് ഉള്ളതൊക്കെ ഒന്ന് തീർത്താലൊരു സമാധാനമല്ല. ഇനിയും മെസ്സേജ് നോക്കാനുണ്ട്. ആ മെസ്സേജുകളിൽ ഇനിയും അന്നദാനങ്ങളുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. നോക്കി തീർന്നിട്ടില്ല മെസ്സേജ്, ഇനിയും നോക്കാനുണ്ട്. എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ട് നോക്കി വരികയാണ്. ഓക്കെ, അപ്പം എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് അവന്തികയോടാണ്. അന്നദാനത്തിന് ഇത്രയും മുൻകൈ എടുത്ത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പം, ഇല്ല ആൻറ്റി അത് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഈ 10, 350, 400, 500 ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. 3 അടുപ്പിലായിട്ട് 3 പാത്രത്തിൽ ഇഡ്ഡലിയും വെക്കുക, ആവി പറക്കുന്ന ഇഡ്ഡലി എടുക്കുക, അതുപോലെ വലിയ പാത്രത്തിൽ സാമ്പാർ തിളപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല ആ കുട്ടി ചെയ്യുന്നത്. ഇന്ന് അതുപോലെ കവറും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എൻ്റെ കൂടെ വന്നപ്പം അതെല്ലാം താങ്ങി പിടിച്ച് കവറും സാധനങ്ങളെല്ലാം വാങ്ങാൻ എൻ്റെ കൂടെ മാർക്കറ്റ് വരെ വന്നു. അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ആണ് വീണ്ടും കുക്കിങ്ങിന് വേണ്ടി ആ കുട്ടി അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അതെ ഇതൊക്കെ ഇതൊക്കെ ഒന്നല്ല ശ്രീലത മാതാജി. അപ്പം അതൊക്കെ ആ കുട്ടി ചെയ്തു. ഞാൻ നല്ല എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസിൽ നല്ല സ്ട്രെസ്സിലാണ്. പക്ഷെ അത് ആ കുട്ടി ശരിക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവന്തികയോട്. പക്ഷെ ഞാൻ ഇപ്പോൾ എന്നോട് പലരും വിളിച്ച് ചോദിച്ചു, മാതാജി ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ചെയ്തു തരണോ എന്ന്. ഞാൻ എല്ലാവരോടും വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ആവശ്യമുള്ളത് മറ്റൊന്നല്ല, ഒന്നും ചിന്തിക്കരുത് കേട്ടോ, തെറ്റായിട്ടൊന്നും ചിന്തിക്കരുത്. എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും വേണ്ട. എനിക്ക് വേണ്ടത്, നിങ്ങൾക്കറിയാലോ അവന്തികയ്ക്ക് അച്ഛനില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം അവന്തികയുടെ സ്കൂൾ ഫീസ് മുഴുവൻ അടച്ചു കൊടുത്തത് മഞ്ചരീസാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവന്തികയ്ക്ക് ഒരു 25,000 രൂപ സ്കൂൾ ഫീസ് അടയ്ക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയിട്ട് അവന്തികയുടെ ഫാദറിനെ കണ്ട് എക്സ്ക്യൂസ് പറഞ്ഞപ്പോഴാണ് അവർ അവന്തികയെ സ്കൂളിൽ കയറ്റി എക്സാം എഴുതാൻ ഇരുത്തിയത്. അവരോട് ഞാൻ പറഞ്ഞത് ഡിസംബർ 30-ൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നൊന്നും എനിക്ക് വലിയൊരു ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഞാൻ ഓർത്തു എൻ്റെ സാലറി എടുത്തിട്ട് ആ കുട്ടിക്ക് ഫീസ് അടച്ചു കൊടുക്കാം എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലും കൂടി വന്നപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായി. അപ്പോൾ ഒരു 25,000 രൂപ എനിക്ക് അടയ്ക്കണം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫീസ് അടച്ചപ്പം ആ സ്കൂളിലേക്ക് ഫീസ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലും പേജിലും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പ്രാവശ്യവും അവരുടെ മൗണ്ട് ഫോർട്ട് സ്കൂളിലേക്കാണ്,
മോൺഫോർട്ട് സ്കൂളിലേക്ക് ഈ പ്രാവശ്യം അടക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്കും പേജിലേക്കും ഞാൻ ഇടുന്നതായിരിക്കും. 25,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ആർക്കെങ്കിലും ഒരു 100 രൂപ വെച്ചാണെങ്കിലും എനിക്ക് സഹായിച്ചാൽ ആ കുട്ടിക്ക് എനിക്ക് തുടർന്നുള്ള പഠനത്തിനായിട്ട് സ്കൂൾ ഫീസ് അടച്ചു കൊടുക്കാൻ പറ്റും. കാരണം അറിയാലോ, അമ്മൂന് ഹസ്ബൻഡില്ല, വാടകയ്ക്കാണ്. 2 പെൺകുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കണം. അപ്പോൾ അതുകൊണ്ട് മൂത്ത കുട്ടിയുടെ പഠനവും ഇവളുടെ പഠനവും കൂടി അമ്മൂന് താങ്ങാൻ പറ്റുന്നില്ല. എന്നാലും അമ്മു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ സ്കൂൾ ഫീസ് മാത്രമല്ല, ഈ സ്കൂളിലേക്കുള്ള ബസ്സിൻ്റെ പൈസയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എല്ലാം കൂടെ ബെയർ ചെയ്യാൻ പറ്റാണ്ടായിട്ട് ആണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണോ സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് വിവരങ്ങൾ തരാം. പിന്നെ ഇത് നമ്മുടെ അമ്പാടിയുടെ ചികിത്സ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. അത് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പൈസ അടച്ചു കൊടുക്കുന്നുണ്ട്. 15,000, 5,000, 7,000, 2,000, 4,000 ഒക്കെ ആയിട്ട് അവർ ചോദിക്കുന്നതിനനുസരിച്ച് അയക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് നമ്മുടെ കളക്ഷൻസ് അടച്ച് കഴിയുമ്പോൾ കണക്ക് പ്രകാരം നമ്മുടെ ഗ്രൂപ്പുകളിൽ അത് വരുന്നതായിരിക്കും. ഇതോ ഇങ്ങനെ ഇരിക്കാങ്ക 4 പേര് എടുത്തുകൂടാ മതി. പിന്നെ എൻ്റെ വയ്യായിക മാറിയാൽ ഇറങ്ങിപ്പോയി കൊടുക്കണം. ആൻറ്റി എടുത്ത് കൊടുക്കറേ. എത്ര പേര് ഇരിക്കും കേള്. ഇനി ആരാவது വരുമാം കേട്ട് പാരടാ. ഇനി ആരാவது വരുമാം കേട്ട് ശരി പോളാം. അപ്പോൾ പിന്നെ ഇനി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ സുനിലേട്ടന് ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലാണ് അവന്തികയുടെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമുക്ക് എത്ര സാധിക്കുമോ അത് നമ്മുടെ മക്കളെ പേരിൽ ഒരു പെൺകുട്ടിക്ക് പഠിക്കാൻ ഒരു കോൺട്രിബ്യൂഷൻ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനും എൻ്റെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ പ്രോബ്ലം വന്നിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലും ഞാനിത് ഗ്രൂപ്പിൽ ആവശ്യപ്പെടില്ല. കഴിഞ്ഞ പ്രാവശ്യം മഞ്ജരീസ് തന്നെയാണ് അടച്ചു കൊടുത്തത്. അപ്പം 25 രൂപ മതി. അത് ആരൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതെനിക്ക് ദയവായി മെസ്സേജ് ഇടുക. മാതാജി അവന്തികയുടെ സ്കൂൾ ഫീസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തരണം. കാരണം നിങ്ങളിൽ പലരും പറയും മാതാജി ഞങ്ങളുടെ പേര് പറയണ്ട, പേര് ഗ്രൂപ്പിലും FBയിലൊന്നും പോസ്റ്റ് ചെയ്യണ്ട എന്ന് പറയും. പക്ഷെ അതല്ല, എനിക്കത് പോസ്റ്റ് ചെയ്യണം. ടോട്ടൽ നിങ്ങൾ തരുന്ന തുക, അതുപോലെ നിങ്ങൾ ആരുടെ പേരിലാണോ തരുന്നത് അത് കൃത്യമായി ഞാൻ ഗ്രൂപ്പിലും ഇതിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ദയവായി ഒന്ന് സഹായിക്കുക. അതെ, എനിക്ക് പ്രാർത്ഥന മാത്രം മതി. രമണൻ പ്രഭു, ഞാൻ ഓപ്പറേഷനുള്ള പൈസയൊക്കെ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് ഞാൻ ശരിയാക്കി. അത് വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവന്തികയുടെ ഫീസ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ തന്നെ എടുത്ത് അടച്ചു കൊടുത്തേനെ. പക്ഷെ എനിക്കിപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു 25,000 രൂപയ്ക്ക് വേണ്ടി ആ കുട്ടി വീട്ടിലിരുന്ന് പോകരുത്. അതുകൊണ്ട് ദയവായി സഹായിക്കണം. ഇതിൻ്റെ റിക്വസ്റ്റാണ്. ആ ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അന്നദാനങ്ങൾ കൊടുക്കാൻ ഈ സമയത്ത് സാധിച്ചത്. അതുകൊണ്ടാണ് ഞാനത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അവനവനെ കൊണ്ട് കഴിയുന്ന ചെറിയ കോൺട്രിബ്യൂഷൻസ്. 25,000 രൂപ ആയാലും ഞാൻ പറയും പിന്നെ അയക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അതിന് വേണ്ടി ആരും അയക്കണ്ട. ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പാവം മോളല്ലേ, ഒരു ചെറിയൊരു പെൺകുട്ടിയല്ലേ, അച്ഛനില്ലാത്തൊരു കുട്ടിയല്ലേ. ആ കുട്ടി പഠിക്കട്ടെ. അവൾ എൻ്റെ ഡ്രസ്സ് ഇട്ടാൽ നടക്കാറ്. ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പറയും വേണ്ട ആൻറ്റി, ആൻറ്റിയുടെ ഏതെങ്കിലും പഴയ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്ന ഏതെങ്കിലും ചുരിദാറുകളൊക്കെ പഴയതുണ്ടെങ്കിൽ അതൊക്കെ എടുത്താണ് ആ കുട്ടിയിട്ട് നടക്കാറ്. അത്രയും പാവമാണ്. അതുകൊണ്ട് മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യാം പ്ലീസ്. കാരണം ഞാനിപ്പോൾ 6-ാം തീയതി സർജറി കഴിഞ്ഞ് കിടന്നാൽ ആ കുട്ടിയുടെ പഠിത്തത്തിൻ്റെ കാര്യം കുറച്ച് അവതാളത്തിലാവും. പിന്നെ അവർ സ്കൂളിൽ കയറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അതുകൊണ്ടാണ് ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എല്ലാം ചാരിറ്റി തന്നെ. അന്നദാനവും അതുപോലെ ആർക്കെങ്കിലൊക്കെ കൊടുക്കുന്നതും എല്ലാം ചാരിറ്റി തന്നെ കേട്ടോ. അമ്മുവിന് അത് വലിയൊരു സഹായമാവും. കാരണം അമ്മു ഉള്ളതുകൊണ്ടും എനിക്ക് ഒരുപാട് സഹായമുണ്ട് ഇവിടെ. രാത്രി 1 മണിയെങ്കിലാവും അവന്തി എൻ്റെ അടുത്തുനിന്ന് പോകാൻ. ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണേലും ആ കുട്ടി എൻ്റെ കൂടെ വരുന്നുണ്ട്. ആൻറ്റി ഞാൻ വരാം ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വൈകുന്നേരം വരെ ഷൂട്ടിങ്ങിന്. ഇപ്പോൾ ഈ 10 ദിവസം സ്കൂൾ അടച്ചിട്ട് അതിനൊരു റെസ്റ്റും കിട്ടിയിട്ടില്ല. മറ്റു കുട്ടികളെ പോലെ
ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ കിടന്നുറങ്ങാൻ പോലും അതിനെ പറ്റിയിട്ടില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സ്കൂൾ തുറന്നാൽ അത് സ്കൂളിൽ പോകണം. അപ്പോൾ 30-ാം തീയതി എന്നുള്ളത് പറഞ്ഞത് ഞാനവിടെ സ്കൂളിൽ എഴുതി കൊടുത്തതിൻ്റെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അതിൽ പ്രിൻസിപ്പാൾ ഒപ്പ് വെച്ചതിൻ്റെ ലെറ്ററുണ്ട്. ഞാനത് നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരാം ഗ്രൂപ്പിൽ. അപ്പോൾ പാവല്ലേ, അതുകൊണ്ടാണ് പ്ലീസ് ഒന്ന് സഹായിക്കണേ. ഇന്ന് അന്നദാനം ഉണ്ടാക്കി വന്നപ്പോൾ 127 അന്നദാനമായി. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം കൂടി അവരുടെ പേരിൽ നമ്മൾ കൊടുക്കുന്നത്. നാളെ ഇനിയിപ്പോൾ ഉണ്ടാവില്ല, നാളെ ഷൂട്ടുണ്ട്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇതുപോലെയുള്ള തീർച്ചയായിട്ടും രാജേശ്വരി മാതാജി ഇല്ല. എനിക്ക് ഭയങ്കര പാവാണ് ആ കുട്ടിയോട്. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത വിഷമം അവളുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഒരാഗ്രഹങ്ങളും പറയാത്തൊരു പെൺകുട്ടിയാണ്. ഒന്നും ചോദിക്കില്ല, ഒന്നും വേണമെന്നും പറയില്ല, ഒന്നും ചോദിക്കില്ല, ഒന്നും ആവശ്യപ്പെടില്ല. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പോലും അത് മതിയോന്ന് ചോദിച്ചാൽ മതി ആൻറ്റി പോതും എന്നേ പറയും. അങ്ങനെയാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവളെ സഹായിക്കണം എന്നെനിക്ക് തോന്നി. ഞാൻ കിടക്കുന്നതിനേക്കാൾ മുന്നേ അവളെ ഒന്ന് സ്കൂളിൽ മറ്റ് കുട്ടികളെ മുമ്പിൽ വെച്ച് അന്ന് കഴിഞ്ഞ ദിവസം അത് വല്ലാതെ വിഷമിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് ചെന്നത്. അത് ഞാൻ പറഞ്ഞു, സർ എനിക്ക് 30th സാലറി, ഞാൻ 30-ാം തീയതി അടച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ കൊടുത്തു. അത് ശ്രീകണ്ഠം പ്രഭു നമ്മുടെ അമ്മൂൻ്റെ മോളില്ലേ അവന്തിക, കുട്ടിക്ക് അച്ഛനൊന്നും ഇല്ലല്ലോ. അമ്മൂന് 2 മക്കളല്ലേ. മൂത്ത കുട്ടിയാണെങ്കിൽ കുറച്ച് ഡിസേബിൾഡാണ്, കൃതിക. അപ്പോൾ അവൾക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ അമ്മൂനെ കൊണ്ട് താങ്ങൂല. കഴിഞ്ഞ വർഷം ഞാൻ മഞ്ചരീസ് അടച്ചു കൊടുത്തു ഫീസ്. ഈ പ്രാവശ്യം 25,000 രൂപ അടയ്ക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടച്ചപ്പോൾ അതിൻ്റെ സ്ലിപ്പ് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ സർജറിയുടെ പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അടയ്ക്കുമായിരുന്നു. ഞാനത് സ്കൂളിൽ പോയി അവളെ സ്കൂളിൽ നിന്ന് എക്സാം എഴുതിക്കില്ല എന്ന് പറഞ്ഞപ്പം സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ പ്രിൻസിപ്പളിന് എഴുതി കൊടുത്തു, സാർ ഞാൻ സ്കൂൾ റീ ഓപ്പണിംഗ് ആകുമ്പോഴേക്കും 30-ാം തീയതി കൊണ്ടുവന്ന് ഫീസ് അടയ്ക്കാം, അവന്തിയെ സ്കൂളിൽ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. സിംഗിൾ പാരൻ്റ് ആണ്, അതുകൊണ്ടാണ് പറ്റിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ എഴുതി കൊടുത്ത് പ്രിൻസിപ്പൾ അത് ഒപ്പുവെച്ചിരുന്നു. എനിക്കിപ്പോൾ സർജറി വന്നല്ലോ പ്രഭു, അപ്പോൾ എനിക്ക് എങ്ങനെയും തിരിയാൻ പറ്റുന്നില്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി. പിന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റും മെഡിസിൻസും എല്ലാം കൂടി ആയിട്ടേ. അപ്പോൾ അവന്തികയുടെ ഫീസ് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച്, ഞാനും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുക്കാം, അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ച് നമുക്ക് അതിൻ്റെ ഫീസ് അടച്ചു കൊടുക്കാം. അപ്പോൾ ആരൊക്കെയാണ് തരുന്നതെന്നുള്ളതിൻ്റെ പേര് വിവരങ്ങൾ എനിക്ക് തരണം. അത് എനിക്ക് നമ്മുടെ പേജിലിടണം. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം ഇപ്പം അമ്പാടിയുടെ ചികിത്സ ഒരു സൈഡിലൂടെ പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ ആ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ എന്തോ കുറച്ച് പൈസയും കൂടി 10-20 രൂപയോ മറ്റോ ഉള്ളൂ കയ്യിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിനുള്ള. ഒരുമിച്ച് കൊടുക്കാത്തതാണ് ഞാൻ, ഒരുമിച്ച് കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ അടച്ചു കൊടുക്കുന്നത്. അതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അത് കഴിയുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഗ്രൂപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി സർജറി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സുനിലേട്ടൻ്റെ വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കണം. അത് പൈസ ഒത്തിട്ടില്ല, അത് നല്ലൊരു പൈസ വേണം. കാരണം അവർക്ക് 30 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരാൻ പറ്റിയ ടൈപ്പ് വീൽ ചെയറാണ്, സാധാ വീൽ ചെയർ അല്ല. എന്തായാലും ഒരു 1.5-2 രൂപയുടെ അടുത്താവും. അപ്പോൾ ഞാൻ ഓർത്തു ആവുന്നിടത്തോളം പൈസ ആവട്ടെ, ബാക്കി ഞാൻ എൻ്റെ പേരിലൊരു ലോൺ എടുത്തിട്ടേ ഞാൻ മാസം അടയ്ക്കുന്ന രീതിയിലാക്കി ഒരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സർജറിയൊക്കെ ഒന്ന് കഴിയട്ടെ, കഴിഞ്ഞൊന്ന് സ്വസ്ഥമായിട്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സുനിലേട്ടൻ വിഷമിക്കേണ്ട, എനിക്ക് മൊത്തം പൈസയും കളക്ഷനായി വന്നിട്ടില്ല, ആവുന്നിടത്തോളം ആവട്ടെ, ബാക്കി ഞാൻ എൻ്റെ പേരിലൊരു ലോൺ എടുത്തോളാം, എന്നിട്ട് ഞാൻ അങ്ങേക്ക് വാങ്ങിച്ചു തരാം, മാതാജി ബുദ്ധിമുട്ടാവില്ലേ. ഞാൻ പറയാം ഒന്നും കുഴപ്പമില്ല, എനിക്ക് ഒന്നും പ്രശ്നമില്ല, EMI പോലെ ഞാൻ അടച്ചോളാം. എടുത്തിട്ട് ഇല്ല പോയിട്ട് അങ്ങ് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു സമാധാനമുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്കാണ് മോളുടെ കാര്യം വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു റിക്വസ്റ്റാണ്, പറ്റുന്നവരെ സഹായിക്കാം, പറ്റാത്തവരോട് നിർബന്ധമൊന്നുമില്ല. നമ്മളെ കൊണ്ടാവുന്ന ചെറിയ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞു പൈസകൾ കൂട്ടി വെച്ചാൽ അതേ അണ്ണാരക്കണ്ണനും തന്നാലായതുപോലെ നമുക്ക് വല്ല 500, 300, 200, 100, 50, 60 ഒക്കെ ആയിട്ട് ചേർത്ത് വെച്ചാൽ ഒരു കുട്ടിക്ക് മുന്നോട്ട് പഠിക്കാൻ മേലും. കാരണം ഞാനിനിയിപ്പം 30 ആയില്ലേ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അത് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയാൽ ആ കുട്ടി വീണ്ടും വന്ന് വീട്ടിൽ ഇരിക്കേണ്ടി വരും. എനിക്ക് അത് ആലോചിച്ചപ്പോൾ ഒരു ടെൻഷൻ. അല്ലേ പിന്നെ ഞാൻ സർജറി ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ ആലോചിച്ചത് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അവളുടെ ഫീസ് ഒന്ന്
റെഡിയാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ സർജറി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവളുടെ ഫീസ് അടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം. ഹരേ കൃഷ്ണ. പിന്നെ സഹായിക്കുന്നവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് തരണം. പേര് പറയരുതെന്ന് പറയരുത്. പേര് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ തരുന്ന എമൗണ്ടും പറയും, പേരും പറയും. അത് എത്ര ചെറിയ തുകയായാലും വലുതാണ്. ഓക്കെ, അതുകൊണ്ട് പേര് പറയും. നിങ്ങളെ മക്കളെ പേരൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അത് കേട്ടോ. ആ ശരി ശ്രീപ്രഭു, മതി മതി. അതുവരെ ഞാൻ സ്കൂളിൽ എന്തെങ്കിലും വിളിച്ച് ഞാൻ പറഞ്ഞോളാം. അത് കുഴപ്പമില്ല. 2 ദിവസത്തെ ടൈമൊക്കെ അവർ തരും, അവിടുത്തെ ഫാദർ തരും. ഞാൻ അന്ന് സംസാരിച്ചിട്ടുണ്ട്. അതാണ്, ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അടച്ചു കൊടുത്തേനെ. അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്നുകൊണ്ടാണ്. പിന്നെ ആ കുട്ടി ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരുപാട് ആശ്വാസം. ഈ അന്നദാനങ്ങൾ കൊണ്ടുനടക്കാനും സാധനങ്ങൾ വാങ്ങാൻ പോകാനും വീട്ടിലും ലൊക്കേഷനിൽ വന്നാലും ഒക്കെ. താങ്ക് യു പ്രഭു, താങ്ക് യു സോ മച്ച്. മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. നമ്പർ അറിയാലോ എല്ലാവർക്കും. അവള് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരേ ബാഗാണ് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടതാണ് കേട്ടോ, എന്നോട് പറഞ്ഞതൊന്നല്ല, കണ്ടതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരേ ബാഗ് ഞാനത് കണ്ടു, മനസ്സിൽ വെച്ചു. അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമുക്ക് എത്ര ചെറുതാണെങ്കിലും അത് വലുതാണ്. ഞാൻ ആരെന്ത് ചെയ്യുമ്പോഴും അവർ തരുന്ന മനസ്സിനെയാണ് നോക്കിക്കാണുക, വലിപ്പമല്ല. ആ പണത്തിൻ്റെ വലിപ്പമല്ല, അവർ തരുന്ന ആ മനസ്സിൻ്റെ വലിപ്പത്തെയാണ് ഞാൻ നോക്കിക്കാണുക. ഞാൻ ആലോചിക്കുന്ന നമ്മുടെ മക്കളൊക്കെ എത്ര നല്ല നിലയ്ക്ക് പഠിക്കുന്നു. അതിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അതിനെ പഠിപ്പിക്കില്ലേ? താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. അതിൻ്റെ അച്ഛൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, പഠിക്കില്ലേ? ഞാൻ മെനയാന്നിങ്ങനെ രാത്രി കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവന്തികയ്ക്ക് അച്ഛനെ കാണണ്ടേന്ന് ചോദിച്ചു. വേണ്ട ആൻറ്റി, ഞാൻ ശാന്ത, അവരെന്നെ വിട്ടിട്ട് പോയല്ലേ. ഞാനൊരു 3rd-ലോ 4th-ലോ പഠിക്കുമ്പം അവരെന്നെ വിട്ട് വേറെ കല്യാണം കഴിച്ച് പോയതല്ലേ. അവരുടെ മക്കളൊക്കെ ഫേസ്ബുക്കിലുണ്ട് ആൻറ്റി. ഞാൻ ഇടയ്ക്ക് അച്ഛനെ നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നമ്പർ അറിയോ മോൾക്ക്? ഇല്ല ആൻറ്റി, അതൊന്നും അന്വേഷിക്കാറില്ല. അവരുടെ വൈഫിന് ചിലപ്പോൾ ഇഷ്ടാവില്ല. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി സത്യത്തിൽ. പാവം തോന്നി എനിക്ക്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പാരൻറ്റും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മക്കളെ ചേർത്ത് നിർത്തി വളർത്താൻ ശ്രമിക്കുക, അല്ലാതെ കളയരുത് കുഞ്ഞുങ്ങളെ. അത് തെറ്റാണ്. നമ്മൾ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും പാരൻസ് തമ്മിൽ. പക്ഷെ അതിൻ്റെ സൊല്യൂഷൻ മക്കളെ കളയുക എന്നുള്ളതല്ല, അവരെ ഇല്ലായ്മകളിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ല. അവരെ വളർത്തണം, നന്നായിട്ട് വളർത്തണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ വളർത്തണം. അവിടെയാണ് ഒരു പാരൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി വിദ്യാഭ്യാസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും മെനയാന്ന് ഇങ്ങനെ വർത്താനം പറയുന്ന അവന്തികയോട് ചോദിച്ചു, അവന്തി നിൻ്റെ ആഗ്രഹം എന്താണ്? ആൻറ്റി എനിക്ക് ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം, അങ്ങനെയൊന്നുമില്ല ആൻറ്റി. എനിക്കൊരു pre-KG കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറെങ്കിലായാൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 10-15 രൂപയെങ്കിലും എനിക്ക് സാലറി കിട്ടിയാൽ മതി ആൻറ്റി. ചെന്നൈയിലൊന്നും വീട് വെക്കാന്ന് പറയണത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമല്ല ആൻറ്റി. ഞാൻ പറഞ്ഞതെ ഇപ്പോഴേ വലിയ പൈസയാണ്. അപ്പം മുന്നോട്ടുള്ള കാലം ഞങ്ങളെല്ലാം വലുതാകുമ്പോൾ ഇതിലേറെ പൈസ ആവില്ലേ? ഞാൻ പറഞ്ഞതെ അതെ ആവും. അപ്പോൾ താങ്ക് യു ബേബി മാതാജി, താങ്ക് യു സോ മച്ച്. മാതാജിക്ക് ഒരുപാട് പ്രയാസമാണെന്ന് അറിയെങ്കിലും എനിക്ക് ഇനി ഒരു 24,500 രൂപയും കൂടി കിട്ടിയാൽ മതി. താങ്ക് യു ബീച്ചേട്ടാ, അത് മതി. അപ്പോൾ എന്നോട് പറയാണ്, അപ്പം ആൻറ്റി വീട് വെക്കാമെന്നൊന്നും പറയണത് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വാടകയ്ക്ക് തന്നെ ചെറിയ റെൻറ്റിന് നിന്നോളാം ആൻറ്റി. പക്ഷേ ഒരു 15 രൂപ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയാലും ഞാൻ ഡെയിലി എല്ലാ മാസവും ആൻറ്റിക്ക് ഞാൻ 1000 രൂപ വെച്ച് മഞ്ജരീസിൽ തരും. ഞാൻ ശാന്തിന അന്നദാനം കൊടുക്കാമെന്ന്. ഞാൻ ഒരുപാട് സന്തോഷപ്പെട്ട നിമിഷമായിരുന്നു. കാരണം അമ്മു തമ്പി പാത്തിട ഒരിക്കലും അവളുടെ പ്രായത്തിലൊരു കുട്ടിയുടെ വായിൽ നിന്ന് വരേണ്ട വാക്കല്ല വന്നത്. താങ്ക് യു പത്മിനി മാതാജി. 24,000 രൂപ അവന്തി ஃபீஸுக்கு வந்து 2 அம்மாமாரு காசு கொடுத்துருக்காங்க. ஓகேவா, தரேன்னு சொல்லியிருக்கு. இனி நீ வெளியில் நிற்க வேண்டாம், சரியா? ஹாப்பி அடி. ஆண்டி என்ன சொன்ன உங்ககிட்ட? பிச்சை எடுத்துட்டாலும் உன் ஃபீஸ் கட்டி கிடக்குன்னு சொன்னல, இல்லை பயப்படாத, சரியா?
ஸ்கூல்ல இருந்து வெளியில தள்ள மாட்டேன் உன்னை. ஓகே, பயமா இருக்க போறதுக்கு? அந்த கேண்டி வந்ததுனால தப்பிச்சிட்டோம்ல. இல்லைன்னா அவங்க என்ன சொன்னாங்க? எக்ஸாம் எழுத விட மாட்டியா? இப்போ எழுதிட்டல. ശരി, കെട്ടി കൊടുക്കറേൻ. അന്ന് ഞാൻ ഷൂട്ടിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. ആൻറ്റി എന്നെ എക്സാം എഴുതാൻ സമ്മതിക്കുന്നില്ല, ഫീസ് അടക്കാണ്ട് പുറത്താക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു ശ്രീലത മാതാജി. ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ആൻറ്റി വരാം സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കൂളിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവന്തികയുടെ പാരൻ്റാണ്. അമ്മൂനാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴത്തേക്ക് അമ്മൂൻ്റെ കയ്യും തളരും കാലും തളരും, നിന്ന് വിറയ്ക്കും പാവും. ഞാൻ പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മും കൂടെ പോയി സ്കൂളിലേക്ക്. ഞാനൊരു 1 hour ബ്രേക്ക് ചോദിച്ച് സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്ന് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു മന്ത് എൻ്റെ അടയ്ക്കും, ദൈവത്തോർത്ത് ആ കുട്ടിയെ സ്കൂളിൽ എക്സാം എഴുതാൻ ഇതാക്കരുത്, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ ആയിട്ട് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൈറ്റപ്സ് കൊടുത്തു സ്കൂളിൽ. അതിൽ പ്രിൻസിപ്പാൾ സൈൻ ചെയ്താൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. അപ്പോഴാണ് എക്സാം എഴുതിയേപ്പിച്ചത് അവളെ കൊണ്ട്. അപ്പം അതിന് ശേഷം അവൾക്ക് നല്ല പേടിയുണ്ട്, ഇനി സ്കൂൾ തുറക്കുമ്പോൾ ആൻറ്റി ഹോസ്പിറ്റലാവും, ഇനി എന്ത് പറയുന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. രാജേശ്വരി മാതാജി എല്ലാവരും കുറേ ആൻറ്റിമാരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടാ. ഓക്കെ അവന്തി, കുറേ പേര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഒരു ദിവസം പോലും അവൾ റെസ്റ്റ് എടുത്തിട്ടില്ല ഈ പ്രാവശ്യം. അവന്തി മോളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പുഷ്പാൻറ്റി പറയുന്നു. പാവോന്ന്. നീ പാവല്ല. അപ്പോൾ ഞാനെപ്പോഴും പറയും ഇങ്ങനെ, എന്താ പറയുക, നെറ്റ്വർക്ക് പോയി, സോറി കേട്ടോ. അവന്തി നീ കല്യാണം കഴിച്ചു പോയാൽ നിൻ്റെ വീട്ടിൽ എല്ലാവരും പറയും നീ എന്താ തമിഴ്നാട് ഫുഡല്ലല്ലോ ഉണ്ടാക്കണത്, കേരള ഫുഡാണല്ലോ ഉണ്ടാക്കണേ. കാരണം എൻ്റെ കൂടെ എപ്പോഴും കിച്ചണിൽ ഉണ്ടാവുക ആള്. അപ്പം എന്നോട് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ പറയും നിന്റെ കല്യാണം കഴിച്ചു പോയ വീട്ടിലുള്ളവർ പറയും നീ തമിഴ്നാട് പെണ്ണാണോ കേരളത്തിലെ പെണ്ണാണോ, കാരണം കുക്കിംഗ് മുഴുവൻ കേരള കുക്കിംഗ് ആയതുകൊണ്ട് എന്ന് പറയും. നമുക്ക് തമിഴ്നാട് കുക്കിംഗ് അതറിയില്ല, കേരള കുക്കിംഗ് അറിയും. കാരണം നമ്മളെ കൂടെ എൻ്റെ കൂടെ കിച്ചണിൽ ഇങ്ങനെ നിൽക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. വേഗം ഓടി വരും, ആൻറ്റി ഞാൻ ചെയ്തുതരാം എന്നാണ്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരും, പാത്രമൊക്കെ കഴുകി വെച്ചിരും, തുണിയൊക്കെ മടക്കി വെച്ചിരും. എന്നപ്പാ நம்ம ரங்கநாதன் தெருவுக்கு பின்னாடி அந்த போத்தீஸ் வருமே ஸ்ட்ரைட்டா, அந்த பிரிட்ஜ் வருமே இல்லையே, பிரிட்ஜுக்கு கீழே ஸ்ட்ரைட்டா போய் லெஃப்ட் எடுத்து போயிடலாம். அப்படியே பாண்டி பஜார் போற மாதிரி அங்கெல்லாம் நிறைய பேர் இருக்கும். അവന്തി പാരുപ്പാ யாராவது இருக்காங்க? ഈ വഴിയിലൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സംസാരിച്ചത് ഇനിയും കുറച്ച് മുന്നോട്ട് പോയാലേ ആൾക്കാരുണ്ടാവും. പാവാണ് മാതാജി. താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. അയ്യോ സൂപ്പറായിട്ട് പഠിക്കും അവൾ. പഠിച്ചിട്ട് മെഡലൊക്കെ വാങ്ങിയത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ അത്ര റിസ്ക് എടുക്കുകയില്ല. നന്നായി പഠിക്കും, ഒരു പ്രശ്നവുമില്ല. കാലത്ത് നേരത്തെ എണീക്കും, പഠിക്കും, എഴുതും, വായിക്കും, എല്ലാ എന്താ പറയുക, ഇതൊക്കെ കുറേ എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. ഇതിൽ സ്പോർട്സിലും നല്ല മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്. 2 മക്കളും പഠിക്കും. കൃതികയും നന്നായി പഠിക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള, അതുകൊണ്ടാണ് അമ്മ ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കാത്തത്. നന്നായി പഠിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് അമ്മ പറഞ്ഞ് അമ്മ വേറെ സ്കൂളിലാക്കി തരാം മക്കളെ, അമ്മയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ പ്ലീസ് അമ്മ, ഞാനിവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പഠിക്കില്ല. ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് പഠിക്കുന്ന കുട്ടികൾ, അവർ 6-7 പേര്. അവർ സ്കൂളിൽ തന്നെ പറയും നല്ല കുട്ടികളാണ്. ഇതോ ആ ഗ്രൂപ്പ് വെച്ചാണ് ഇവർ പഠിക്കുന്നത്. അയ്യോ നാരായണ.
തമിഴ്നാട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ല ബ്രില്യൻ്റ് ആണ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ. ലാംഗ്വേജ് ഫ്ലുവൻസിയും എല്ലാം എനിക്ക് എൻ്റെ ഒരു തോന്നലാണോ എന്ന് എനിക്ക് എൻ്റെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം കുട്ടികൾ നല്ല സ്മാർട്ടാണ്, നല്ല കുട്ടികളാണ്. കഴിഞ്ഞ പ്രാവശ്യം സൗന്ദര്യാമ്മ ആയിരുന്നു ഇവക്ക് ബുക്സും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരുന്നത്. നോട്ട് ബുക്സ് സൗന്ദര്യാമ്മ കുറച്ച് സഹായിച്ചപ്പം നമ്മുടെ 2 കുട്ടികൾക്ക്, 3 പിള്ളേർക്ക്, കൃതികയും കൂട്ടി 4 പേർക്ക് കുറേ ബുക്സ് കാര്യങ്ങൾ അത് ഇതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റി എനിക്ക് ഈ കഴിഞ്ഞ റീ ഓപ്പണിങ് ടൈമിൽ. പക്ഷെ അവന്തിക്ക് മാത്രം ബാഗ് വാങ്ങിച്ചില്ല. അവന്തി ഇപ്പം 2 കൊല്ലമായിട്ട് ഒരേ ബാഗും കൊണ്ടാണ് നടക്കുന്നത്. എന്നോട് പറഞ്ഞു എനിക്ക് ബാഗ് വേണ്ട ആൻറ്റി, ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാരണം അത് ഞാൻ ഇന്ന് കണ്ടതാട്ടോ. ബാഗ് മുഴുവൻ പോയി, എന്നിട്ട് കവറിലിട്ട് പോണുണ്ടായി. എൻ്റെ അടുത്ത് മേലെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പം പറഞ്ഞു ഞാനിപ്പോൾ വരാം ആൻറ്റി എന്ന് പറഞ്ഞു. കുറേ നേരമായി കണ്ടില്ല ആളെ മേലോട്ട്. അപ്പോൾ ഞാൻ താഴെ പോയി നോക്കിയതാ. അപ്പോൾ ആള് ഇല്ല, പുറത്ത് പോയി എന്ന് പറഞ്ഞു. അവിടുന്ന് അവളുടെ അമ്മയും പറഞ്ഞു പുറത്ത് അടുത്ത സ്ട്രീറ്റിൽ പോയിട്ടുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിന്നു. കടയിലേക്ക് പോയതാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ അളിയൻ ബാഗ് തൂക്കി പോയതാ ബാഗ് തയ്ക്കാൻ. 2 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ ഉറക്കുമല്ലോ. പക്ഷെ അവർ തയ്ച്ചു കൊടുത്തില്ല, സൂചി പിടിക്കില്ല എന്ന് പറഞ്ഞു. പഴംതുണി തയ്ക്കുന്നതിനൊരു ലിമിറ്റില്ലേ. അപ്പം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. എപ്പോൾ തീരുമല്ലേ. പാവണം. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും കാണുമ്പോഴേ. ഒരു നല്ല ചെരുപ്പില്ല, ഒരു നല്ല ഡ്രസ്സില്ല, ഒരാഗ്രഹങ്ങളില്ല, ഒന്നുമില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാകും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം സഞ്ജുവിന് കോളേജ് തുറന്നില്ലേ, അപ്പോൾ സഞ്ജുവിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനും കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ വാങ്ങാനും ഇതിനൊക്കെ ആയിട്ട് ഞാൻ പോയപ്പോഴേ എൻ്റെ കൂടെ വന്നിരുന്നേ. ആൻറ്റി അണ്ണൻ ഇത് ഇഷ്ടാവും, ഇത് നല്ലതാ ആൻറ്റി, അണ്ണൻ ഇത് വാങ്ങിച്ചു കൊടുക്കാം ആൻറ്റി, അണ്ണാക്ക് ബാത്റൂം സ്ലിപ്പർ വേണ്ട ആൻറ്റി, അങ്ങനെ ഓരോന്നും നോക്കി എടുക്കുക കുട്ടി. ഭയങ്കര വിഷമമായി എനിക്ക് കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വരുന്ന വഴിക്ക് ഒരു ജോഡി ചെരുപ്പ്, കുറച്ച് ഇന്നേഴ്സ് എല്ലാം വാങ്ങിച്ചു. ആൻറ്റി എനിക്ക് വേണ്ട ആൻറ്റി, കുഴപ്പമില്ല ആൻറ്റി. ഞാൻ പറഞ്ഞു അതല്ല, മോളും വാങ്ങിക്കും. ആൻറ്റിക്ക് ആരെങ്കിലുമൊക്കെ മഞ്ചരീസിൽ ഇത് എന്തെങ്കിലും സേവനത്തിന് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് തരുന്ന കാശാ, അത് മക്കളെടുത്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയായിരിക്കണേ ഒക്കാരം മുടിയുമാന്ന് കേൾക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇരുത്തം. പക്ഷെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര ബാക്ക് പെയിൻ വരും, അതാണ് പ്രശ്നം. അങ്ങനെ ഇന്നേഴ്സും അത് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പാവം, അത് കിട്ടിയപ്പോൾ അതിനൊരു ആശ്വാസമായി. ചപ്പല് അത് ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ ഒരു സന്തോഷമായി. പോലൊന്നും പറയില്ല എന്നുള്ളതാണ്. അല്ല, അമ്മു അങ്ങനെ സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അമ്മു എന്ത് തല പോയാലും ഇല്ല എന്നൊരു വാക്ക് അമ്മുവിൻ്റെ വായിന്ന് വരൂല. അത് പാത്തുക്കളമ്മ ഒന്നും പ്രോബ്ലം ഇല്ല അമ്മു എന്നാ പറയാം. ഒന്നും അവൾ ഇല്ല എന്ന് പറയില്ല. ഇപ്പോൾ ജോലിക്ക് പോകണുണ്ടല്ലോ അമ്മു, വൈകിട്ടാകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു അമ്മു നീ എൻ്റെ എന്താ പറയുക അതെല്ലാം ശരിയാവും. ഞാൻ പറഞ്ഞു എനിക്ക് ഷൂട്ടിന് വേണ്ടി കുറേ സാരി ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ സാരി നിനക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നീ എടുത്ത് കൊടുത്തിട്ട് നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല വേണ്ട അമ്മു, ഞാൻ പറഞ്ഞു ഞാനാ പറയണേ, നിനക്ക് അലമാര തുറക്കാം, നിനക്ക് ഇഷ്ടമുള്ള സാരി എടുക്കാം കൊടുക്കാം, നീ വാഷ് ചെയ്ത് തന്നേക്ക്, ഞാൻ അയൺ ചെയ്ത് വെച്ചോളാം, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡെയിലി മാറി മാറി ഉടുത്തളിയാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിലുള്ളവർ ചെറിയുന്നു, മാഡം നാളെ ഏത് സാരി എടുത്തിട്ട് വരുന്നറിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഇടയ്ക്കൊരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ എന്നോട് പറയാം, അമ്മു നിനക്കൊരു നല്ല ഡ്രസ്സ് ഇട്ട് വന്നൂടെ അമ്മു, എന്നോട് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു എന്തേ സാവ് ഞാൻ ചെന്തേ. അപ്പം എന്നോട് പറയാം
ഞാൻ നല്ല അടിപൊളിയായിട്ട് നിന്റെ സാരിയൊക്കെ കൊടുത്തു വന്നു, നീ ഒരു സാധാ ചുരിദാർ ഇട്ടോണ്ട്. ഞാൻ പറഞ്ഞു നിനക്കറിയില്ല ഞാൻ ഇങ്ങനെയാ നടക്കുകയെന്ന്. അല്ല ആണ്, എന്നാലും അവിടെ ചെന്നപ്പോൾ അവരൊക്കെ കൂടെ നമ്മളെ സീരിയൽ കാണുന്ന ആൾക്കാരാണ്. നമ്മളോടൊക്കെ സംസാരിച്ച് ഉടനെ അവൾ പറയാം എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഞാൻ അവളുടെ ഡ്രസ്സല്ല ഇട്ടുകൊണ്ട് നടക്കണേ. ഞാൻ പറഞ്ഞ ഫ്രണ്ട്സുകൾക്ക് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. കാരണം അവളെനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അമ്മു എന്ന് പറയുന്നത്. അത്രയും എനിക്ക് ഹെൽപ്പാണ്. ഞാനൊന്ന് കിടന്നു പോയാൽ എന്നൊരു വേർഡ് അവളെ മുമ്പിലില്ല. ഞാൻ കിടക്കൂല, കിടക്കാൻ അവൾ അനുവദിക്കൂല. അത്രയും നമുക്ക് സഹായമായിട്ടാണ് അവൾ നിൽക്കുന്നത്. അത്രയും പാവാണ്. എന്തിനും ഏതിനും അങ്ങനെയൊക്കെയുള്ളൊരു സുഹൃത്തിനെ കിട്ടുക എന്ന് പറയുന്നത് പുണ്യം ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കുള്ളിലും എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥതയുണ്ടാവും. പക്ഷെ അമ്മൂൻ്റെ ഉള്ളിൽ ഒരിക്കലും അത് ഞാൻ കണ്ടില്ല. അവൾ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഞങ്ങളൊന്ന് വഴക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും അവൾ തന്നെ വന്ന് സോറി പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ലടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ അത്രയും ക്ലോസ് ആണ്. പാവം, ഒരിക്കലും മിസ് ചെയ്യാൻ കഴിയാത്തൊരു സൗഹൃദമാണ്. ഭഗവാൻ ആ കുടുംബത്തെ രക്ഷിക്കട്ടെ എന്നേ ഞാൻ പറയും, സഹായിക്കട്ടെ എന്നേ പറയും. എന്നെ കൊണ്ടാവുന്ന സഹായമെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും, നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത കുടുംബത്തിന് പിന്നെ സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ ടി നഗർ എത്തി. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഓരോരുത്തരുണ്ടാവും റോഡിൽ, അവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കും. ഇപ്പം അന്നദാനമൊക്കെ നമുക്ക് ഒരുവിധം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയുണ്ട് കൊടുക്കാൻ. എങ്കിലും ഒരുപാട് സ്ട്രെസ് ഉള്ള പോലത്തെ അന്നദാനങ്ങളൊന്നുമില്ല. മറ്റേതിങ്ങനെ ഒരുപാട് പെൻഡിങ് ആകുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ. ഇനിയും കൊടുക്കാനുണ്ട്, എന്നാലും പറയാണ്. അയ്യോ നാരായണ, തിരുപ്പി അങ്കവരേക്ക് ഒക്കാറണല്ലേ. கண்ணா இது கொஞ்சம் தள்ளி வைடா. விழுந்ததா? ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മൾ തപ്പി പോകാം. ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ചില സാങ്കേതിക കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്നും വിചാരിക്കല്ലേ. പോയാൽ ഞാൻ ഉടനെ കിടന്നു പോകണം, അത്രയും വയ്യ. ഞാൻ വിളിച്ചില്ല മാതാജി, എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അന്ന്, സുഖമില്ല, വയ്യ, അമ്മയുടെ കൂടെ ആരില്ല. അവർക്ക് ആരും ഇല്ലല്ലോ അമ്മയുടെ കൂടെ, അവർ മാത്രമല്ലേ ഉള്ളൂ. അവരെ കൊണ്ടാവുന്നിടത്തോളം അവരവരെ മക്കളെ നോക്കിയല്ലോ, ആ ദിവ്യയുടെ മക്കളെ. ഇനി അവർക്കൊട്ടും പറ്റില്ല. അപ്പോൾ അവർ ഇയർ ബാലൻസ് ഒക്കെ പോയി വീണ്. പിന്നെ നമ്മൾ അത് കേട്ടിട്ട് പിന്നെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ശരിയല്ല മാതാജി, അത് തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നീ വരണ്ട, അമ്മയുടെ കൂടെ നിന്നോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് ശരിയല്ല. കാരണം അവർ വരാമെന്ന് പറയണത് അവരുടെ മര്യാദ, വരണ്ട എന്ന് പറയുന്ന നമ്മുടെ മര്യാദ അല്ല. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ഇനി അവരെ അമ്മേനെ ആരും നോക്കും. വല്ലതും പറ്റിക്കഴിഞ്ഞാലേ പെട്ടെന്ന് ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് ടിക്കറ്റൊക്കെ കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും നമ്മൾ വിളിച്ചു വരുത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു വരണ്ട, നീ അവിടെ നോക്ക്. പിന്നെ പിള്ളേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ പോയിട്ട് ഇത്ര മാസമായില്ലേ, ഇവിടെ ആരുമില്ല, അങ്ങനെ അങ്ങനെ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമല്ല, ശരിയല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, നീ കുറച്ച് ദിവസങ്ങൾ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അതാ
അടുത്ത ആൾ തുടങ്ങിയിട്ടുണ്ട് സൗന്ദര്യാമ്മ. റെസ്റ്റ് എടുക്കണം അമ്മ, പക്ഷേ എനിക്ക് എന്താ അറിയോ, കുറേ ഫുഡുണ്ട് അമ്മ കൊടുക്കാൻ, എല്ലാം പെൻഡിങ് ആവണം അമ്മ, ഓരോരോ കാരണങ്ങൾ കൊണ്ട്. ഇനിയും അത് നീട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ ഇന്നലെ ഇന്നുമായിട്ട് റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ട് ഇത്രയും ആയില്ലേ, ഇത്രയും കൊടുത്ത് കഴിഞ്ഞല്ലോ. എന്തായാലും ഇനി സർജറി കഴിഞ്ഞാൽ ഒരാഴ്ച റെസ്റ്റാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഫുഡൊക്കെ കുറേ കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനത്തിൽ കിടക്കാലോ അമ്മ. എല്ലാവരും മഞ്ചരീസിലുള്ളവരായിരിക്കില്ലല്ലോ, എല്ലാവരും ലൈവ് കാണുന്നവരും ആയിരിക്കില്ല. അവർ വിചാരിക്കുക എന്താ അറിയോ, ഈ മാതാജിയുടെ കയ്യിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ഇത് കണ്ടില്ലല്ലോ, ഇവർ ലൈവ് ഇട്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തില്ലല്ലോ, അത് മോശമല്ലമ്മ. പിന്നെ ഞാൻ കുറേ മൂകാംബികയിലും കോഴിക്കോടും എറണാകുളത്തും ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇവിടെ ചെന്നൈയിൽ വന്നപ്പോൾ ഷൂട്ടും തുടങ്ങിയല്ലോ. പിന്നെയും നമ്മൾ എക്സ്ക്യൂസ് പറയാമെന്ന് പറയുമ്പോഴേ അത് ശരിയല്ല. അതാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ ട്രാഫിക് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുണ്ടാവും, നമുക്ക് കൊടുക്കാം. ഹരേ കൃഷ്ണ. ആരും ലൈവ് സ്ട്രേറ്റ് തമ്പി. ശരി, ഓക്കെ. മോൻ പറയണേ ചേച്ചി മുന്നോട്ടുള്ള റോഡ് കുറച്ച് മോശമാണ്, ചേച്ചി സേഫായിട്ട് ഇരിക്കണം. ആരും ലൈവിൽ നിന്ന് പോകരുത് കേട്ടോ. ഒരു സർപ്രൈസ് ഉണ്ട് ലൈവിൻ്റെ അവസാനം. വേണോ സർപ്രൈസ് കാണണോ? ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എപ്പടി നിൽക്കരുത്. അവള് പറയാ നിന്നോ ആൻറ്റീന്ന്. എങ്ങനെ നിൽക്കാനാന്ന് വെച്ച്. കുഴപ്പമില്ല ആൻറ്റി, എങ്ങനെയെങ്കിലും നിൽക്കുന്നു പറഞ്ഞു. കഴിഞ്ഞു. അവള് തന്നെ തമ്പി വേദന വരുന്നു. ചിരിയാ വരെ. அங்கே ஒருத்தர் படுத்துட்டு இருக்காரா கண்ணா பாரு. லெஃப்ட் சைடில் இருக்கா? இல்லை இல்லை, துணிமணி எல்லாம் வச்சுட்டு எங்கேயோ போயிட்டார் அவர். இங்கே இல்லை கண்ணா, போகலாம். നാരായണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പാവൻ ആരൊക്കെയോ വിളിച്ചിരുന്നു, എനിക്ക് എടുക്കാനേ പറ്റിയില്ല. ഒരു കഷ്ടം നോക്കിയത്, ഓരോ കാര്യങ്ങൾ. അമ്മേ നാരായണ. ഇവിടെ എത്തി ടി നഗർ. പസിക്കുതാടാ? മെതുമേ സാപ്പിലല്ല നീ? ഒന്നും കഴിച്ചില്ല വന്തിക. എൻ്റെ കൂടെ മാർക്കറ്റിൽ പോയി വന്നപ്പം അങ്ങനെ ഓടി വന്ന് കുക്കിങ്ങിന് നിന്നു. പാവം ഒന്നും കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ 2 വീലറിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായപ്പോൾ അതവിടെ ഇട്ടിട്ട് ഓട്ടോറിക്ഷയിൽ വന്നു. അപ്പം അത് പാവം, അതിനൊന്നും കഴിക്കാൻ പറ്റിയില്ല. കൃഷ്ണ ஐயோ நம்ம தப்பு பண்ணிட்டே தம்பி. அந்த ரோட்டுக்கு வரணும், அந்த ரோட்டுக்கு போனால் அப்படி திரும்பலாமே. சரி, இங்கே இருந்து யூ டர்ன் எடுத்துட்டுப்பா.
இதோ இங்கே ஒருத்தர் இருக்காரு கண்ணா. இதெல்லாம் எங்கே யாரோ இருந்தாங்களே. இருக்கு தம்பி. ஆமாம் ஆமாம். போ போ போ, இந்த பக்கம் போடா. அவந்தி பார்த்து பார்த்து போந்தி, இனி இருக்கும். பாண்டி பசார் போகிறது பதிலாக கொஞ்சம் ஸ்ட்ரைட்டாக போயிட்டு சுற்றிட்டு வந்துடு பாண்டி பசாருக்கு. அப்போ இந்த ரோட் சைடெல்லாம் நிறைய பேர் இருக்குங்கண்ணா. இந்த സൈഡിലെല്ലാം யாராவது இருக்க പാടത്ത് ആവന്തി. നമ്മുടെ അന്നദാനത്തിൻ്റെ ഒരു റിസ്ക് ഇതാണ്. നമ്മളിങ്ങനെ ആൾക്കാരെ തേടി 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 നടക്കണം. എത്ര ദൂരം വേണേലും പോകണം. ഭക്ഷണവും വേണം. തപ്പി നടന്ന് പോകണം. പാണ്ടി ബസാർ പോളാം. ഞാനൊരു വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ചിരുന്നു. അതാണ് ഈ ഉറക്കം വരുന്ന പോലെ. കഴിച്ചാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോണൊരവസ്ഥയാണ്. ഇപ്പം വരും ആൾക്കാർ. നോക്കട്ടെ. ഇന്നലെ നമ്മൾ കൊടുത്തപ്പോൾ ചടപടേ തീർന്നില്ലായിരുന്നു. மெதுவா போ தம்பி. இந்த சைடில் இருக்கும் நிறைய பேர். இதோ இங்கே இருக்குது பாருங்க. அந்த அம்மா எல்லாம் கொடுத்துடலாம். இதோ அவங்களுக்கெல்லாம் அவந்தி கொண்டு போய் கொடுக்கண்ணா. 4 ஃபுட் எடுத்துக்கோ. இதோ இங்கே இருக்குது பாரு. ஆண்டி எடுத்து கொடுக்குறேன், நீ இறங்க. இந்த சொல்லும் அவங்களுக்கு அந்த அங்கே இருக்குதுல்ல 2 பேருங்க, அவங்களுக்கு 4 கொடுத்துருவா. இந்தாம்மா அது கொடுத்துருவா கண்ணா. அந்த பாட்டி உட்காந்துருக்குல்ல ஸ்ட்ரைட்டா, அவங்களுக்கு இது 4 கொடுத்துட்டு வச்சிடலாம். அந்த பூக்காரி அம்மா இருக்குல்ல, அவங்க பக்கத்துல பாட்டி உட்காந்துருக்குல்ல, கொடுத்துட்டு வாக்கண்ணா. அந்த தாத்தா, ഓ അവിടുന്നേ കൈ നിട്ടുന്നത്. அந்த அண்ணனுக்கும் கொடுக்கண்ணா. இது அவங்களுக்கும் கொடுத்துருவோம்மா. இந்தாங்க இந்தாங்க சாப்பிட்டுக்கோங்க. ഇവിടെ ഒരു വലിയ ചെറുപ്പമില്ല, അവർ ഫുഡ് വാങ്ങിച്ചോളും. ചെല്ലാം ആൻറ്റിക്ക് ഒരു ഇത് തൂക്കി മേലെ വെച്ച് കൊടുക്കുறீங்களாடா? தாங்குமாடா? இந்த 2 சைடு இருக்கும் கண்ணா. വേഗം ഞാനൊരു സർപ്രൈസ് കാണിക്കാം. ആരും പോകരുത്. இதோ இந்த பாட்டி குடுறான். இந்தாங்க பாட்டி, பாட்டி இந்தாங்க குடுக்கண்ணா. ஐயோ டிஃபன் டிஃபன் இட்லி 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 கொடுக்க சொன்னாங்க. வேணாவா? நான் பிரியாணியா சாப்பிடுவோம். வேணாவா? அம்மா பிரியாணி மட்டும்தான் சாப்பிடும் போல இருக்கு. போலாம். ஐயோ அது ஒரு ஜென்மம். இங்கே இருக்கும் கொஞ்சம் பேர். இதோ அந்த குழந்தைய வச்சு நிற்கிது பாருங்க. நிறுத்து தம்பி. இதோ லெஃப்ட் லெஃப்ட் தம்பி. இங்கே நிறுத்து. இதோ அந்த ஸ்ட்ரீட்டுக்கு அடியில் கொண்டு போய் கொடுத்துட்டு வாடா. அங்கே இருக்கு, அங்கே இருக்குதோ அங்கே 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 ஒரு மஞ்சள் கலர் துப்பட்டா போட்டுட்டு
அங்க இருக்குது கண்ணா, நீ அங்க போ, போனா தெரியும். காரு பின்னாடி செல்லும். தெரியுதாப்பா பாப்பாவை? கொடுத்துட்டியடா? இதோ ஒரு தாத்தா. இதோ. தாத்தா டிஃபன் வேணுமா? வேணாம் வேண்டாம் வேண்டாம், போலாம். அவர் என்ன கேட்டாங்க? என்ன கேட்டாங்க? கவர்லாம் கட்டி கொடுக்கும். இதோ ஒரு பாட்டி உட்காந்துருக்குது பாருங்க, அந்த பக்கத்துல கீழே. கொடுத்துட்டு வாடா. கொஞ்சம் முன்னாடி எடுங்க தம்பி. இதோ இங்கே உட்காந்துருக்குது பாருங்க பாட்டிங்க. கொஞ்சம் முன்னாடி, கொஞ்சம் முன்னாடி, இன்னும் கொஞ்சம். 2 பேரும் உட்காந்துருக்குல்ல, அந்த வண்டி வச்சுக்கிட்டு வாக்கரை வச்சுட்டு உட்காந்துருக்குது பாருங்க. டிஃபன் வேணுமான்னு கேட்டு பாருக்கண்ணா. பாட்டி டிஃபன் வேணுமா? டிஃபன் டிஃபன் கொடுத்துருங்க, கொடுத்துருங்க. போதுமா? புடவை இப்ப இல்லம்மா, எடுத்துட்டு வரேன். அங்க இருக்க மாட்டாங்க, அங்க இருப்பாங்க. சரி ஓகே, எடுத்துட்டு. இன்னும் ஒண்ணு வேணுமா? சரி, பை இல்லாம எடுத்துட்டு வரணுமா? ஃபுட் எடுத்துட்டு வரணும், அதனால தான். அது ஃபுட் எடுத்துட்டு வர வேண்டிய பை, அதனால தான். எல்லாருக்கும் வேண்டது புடவையான சாரி. வாங்கி கொடுக்க, வாங்கி கொடுக்க. இனி யாராவது இருக்கா? ரெண்டு சைடும் பாரு தம்பி. தோ வெளியே உட்காந்துருக்கு பாருங்க. முதல்ல அந்த அம்மா கொடுத்துட்டு வரக்கணும், ஒருத்தருக்கு கொடுத்து. 2 பேருக்கு கொடுத்துருங்க. கொடுங்க. கொடுத்துருங்க. அவந்தி அந்த தாத்தா கூட கொடுத்துருங்க. கொடுக்கலாம். இது இவங்க கொடுங்க. குட்டி பசங்களுக்கு 4 கொடுக்கலாம். அந்த பசங்களை கூப்பிட்டா வந்தி, அந்த பசங்க கூப்பிட்டா. இங்க இருக்கா? 4 இருக்கு. 4 கூட அவங்களுக்கு இருக்காங்க. அவங்க 2 பசங்க இருக்காங்க. இந்தா சின்ன பசங்க தானே, கொடுத்துட்டு வாடா. അവിടെ 2 ചെറിയ ആൺകുട്ടികൾ കിടക്കുന്നുണ്ട്. நெக்ஸ்ட் குடி. அந்த பாட்டி கொடுங்க, கீழே உட்காந்துருக்குது. கொடுத்துட்டு வாடா.
வேண்டாம் வேண்டாம் வேண்டாம், போகலாம் போகலாம். வேண்டாம், பிஸ்னஸ் பண்ணிட்டு இருக்கோம். அவங்களுக்கெல்லாம் ஒரு வேளை சாப்பாடு பிரச்சனை கிடையாது. கொடுத்துட்டு வா அந்த அம்மாவுக்கு. நேர பாரு, சீக்கிரம் கொடுத்துட்டு வாடா. ഹോട്ടലിൻ്റെ മുമ്പിലേ നിന്നിട്ട് പിച്ച് എടുത്തോണ്ട് ചെന്നൈ സെൻട്രലിന് അവിടെ നിന്നൊരു 3/4 മണിക്കൂർ. என்ன ஆச்சு தம்பி? அம்மா எனக்கு பயம். ஆமா, ஒரு நாளைக்கு நாங்க ரொம்ப தூரம் போய் மாட்டிட்டோம். வண்டி இப்ப லைட்டா ஆஃப் பண்ணாலே நான் கேட்கும், என்ன ஆச்சு தம்பி மறுபடியுமா? அப்படியா? இதோ எங்க 2 பேரும் உட்காந்துருக்காங்க, 3 பேர். போவா வண்டி. தம்பி பார்த்து பத்திரம் கிராஸ் பண்ண முடியாதா? இது 4 கொடுத்துட்டு வாங்கண்ணா. முடியாது, இது 1 வேடா. ஆண்டி இங்கேயும் தரேன், நீ கொடுக்குற. இந்த சீப்ரா லைன்லேயே போ, சீப்ரா லைன்லேயே போ அவதி. பார்த்து பார்த்து. இன்னும் வேணுமாடா? எத்தனை வேணும்? അവിടെ ആരോ ഉണ്ട്, കാണാൻ പറ്റില്ല, സാരല്ല. നാല് വേണമാ? நாலு செட்டு வேணுமா? இந்தாங்க இந்தாங்க அண்ணா 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 டிஃபன் வாங்கிக்கோங்க. இரு இரு ஒரு நிமிஷம். தம்பி 2 வச்சுக்கோ. வேணுமா? 2 எடுத்து கூட. இருங்க இருங்க, 2 கூட எடுத்துக்கோ. எங்க போச்சு அக்கா? அக்கா அக்கா போலாம். ஐயோ சாமி. ஏன் நந்தா? இனி யாராவது இருக்கா? இதுவும் அங்கே உட்காந்துருக்குது பாருங்க. மல்லிப்பூ விற்கணும் அவங்க, வேண்டாம். போகலாம் 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 தம்பி. ஐயோ எனக்கு அந்த டேப்லெட் சாப்பிட்டாலே ஒரே பசியாக இருக்கும். பெயின் கில்லர் இப்போ தாண்டா வந்து சாப்பிட்டது. ஒரு அம்மா போகுது அங்கே. இல்லை இல்லை, போங்க போங்க. இந்த அந்த 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 ஓடி போய் கொடுத்துருவோம். அந்த ப்ளூ புடவை
அது காமிச்சு விடா அவளுக்கு. அங்கே ஒருத்தர் போதும். பாவம் குட்டி வளர்த்துறது ஊர் ஓடி போகணும். അവിടെ എവിടെയോ ഒരാളുണ്ടായിരുന്നു അവർക്ക് കൊടുത്തു. அதோ ஒரு தாத்தா வராரு பாரு அந்த லெஃப்ட். வேணும்னா கேட்டு பாரு. டிஃபன் கொடுமா, டிஃபன் கொடு. அதுக்கு தூக்க முடியுமா? தூக்கு. அம்மா தூக்கு தூக்கு. செம வெயிட். ஆமாடி அப்பா. இந்த காலி கவர் எல்லாம் பின்னாடி போடுறா. கை எல்லாத்தையும் தூக்கி பின்னாடி போடுங்க. இதோ இங்க உட்காந்துருக்காங்களா அவங்களுக்கு எல்லாம் கொடுறோம். தம்பி கொஞ்சம் பின்னாடி ஒரு வண்டி. கார் எடுக்கிறாங்க. ஆமா கார் எடுக்கிறாங்க. அந்த இடத்துல வை தம்பி. இவங்க கிட்ட கொடுத்தா எல்லாரும். இல்ல இல்ல இவங்க கொடுங்க. இந்த இவங்களுக்கு 2 கொடுத்துருவோம். அந்த கார் போட்ட தம்பி அவந்தி இரு ஆன்ட்டி வர. ஐயோ அந்த கார் எடுத்துருங்க. கொஞ்சம் கார்ல உட்காந்து பேசிட்டு வராங்க போல இருக்கு. சொன்னலே வர சொல்லு தம்பி அவங்கள. வராரா? இந்த அவந்தி இறங்கி வெளியே நில்ல. அங்க உட்காந்துருக்காங்க ஒருத்தர். தம்பி அவங்கள எழுப்பி கொடு தம்பி. இந்த ஒருத்தர் படுத்துட்டு இருக்குதுல்ல. எழுப்பிட்டியா? பயந்துட்டியா? போலீஸ் நினைச்சிருக்கு. என்ன கண்ணா? ஓ ஹேண்டிகேப்டா? கொண்டு போய் கொடுக்குறீங்களா அண்ணா? எந்திரிச்சு நடக்க முடியல. 4 இருக்கு. ലൈഫൊക്കെ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഒക്കെയാണ്. ചെന്നൈ ഭയങ്കര സെലിബ്രേഷൻ അല്ലേ. அவந்தி தூ அங்கே உட்காந்துருக்குது பாருங்க ஒருத்தர். கொண்டு போய் கூட வந்தா ரோடு கிராஸ் பண்ண கண்ணா. பார்த்து பார்த்து மெதுவா போ அவந்தி. சரி நந்தா வரட்டும், நீ போகாத. நந்தா அண்ணன் வரட்டும். நந்தா அங்க ஒருத்தர் உட்காந்துருக்கா. செல்லோ அது கொடுத்துட்டு வாக்கண்ணா. இதோ அங்க. ஓ இங்கேயும் மறுபடியும் அங்கே இருக்கா? இந்த அப்போ இது பிடிச்சலாம். இது பின்னாடி போடு. அடுத்த செட் எடு. இல்லடா எனக்கு தூக்க முடியல. அம்மா அங்க இருக்காரே அவருக்கு கொடுக்கணுமே. அதோ தம்பி அங்க. ஒரு அம்மா வராரு பாரு அவந்தி. அண்ணன்ட்ட அவங்கள கூப்பிட்டு. இதோ இங்க 3 பேர் இருக்காங்க. இந்த 6 போட்டு கொடு. நந்தா அது எத்தனை இருக்கு? அண்ணன் கூட போ போ. இதோ அங்கே இருக்காங்கப்பா. ஒரு 6 அவங்களுக்கு கொடுத்துருங்க. ஆமாம்
ஆமாம் ஆமாம், அந்த கீழே உட்காந்துருக்காங்களா, அவங்க கொடுத்துருங்க, சாப்பிடுவாங்க. இதோ கொடுத்துருங்க, சாப்பிடுவாங்க. இல்லை இந்தா அண்ணனும் கொடு, அண்ணன் கைக்கும் கொடு, ரெண்டு. അതാണ് അവള് സൂക്ഷിച്ചു പോകാൻ പറഞ്ഞത്. ഭയങ്കര സ്പീഡായിട്ട് വണ്ടി വരുവേ. പാത്ത് വാമ്മ. கொடுத்துட்டியா? ஸ்ட்ரைட் இல்லைம்மா, ரைட்டு போனால் கொஞ்சம் மக்கள் இருப்பாங்க. சுரேஷ் அங்கிள் சொல்கிறாங்க பார்த்து போமான்னு, சவுந்தர்யாண்டி சொல்கிறான் பார்த்து பத்திரமா க்ராஸ் பண்ணமான்னு. வலிக்குது அவந்தி, வலிக்குது அவந்தி. பாடா படுத்துறோம் என்ன. நான் ஒரு ஒரு அம்மா, அம்மா வாங்க அம்மா. இல்லை வேண்டாம், அது நல்லா அம்மா. இங்க படுத்துட்டு இருக்காங்க 2 பேர். ஓரமா நிறுத்துக்கண்ணா. இந்த சொல்லோ 4 எடுத்துட்டு போ. நந்தா கொஞ்சம் கூட போடுறோம். ஐயோ பாத்து பா, அவன் எப்படி போகுது பாரா. பயந்துட்டாங்க. ஐயோ ஏன் நீங்க பயப்படுத்தி விடுறீங்க மக்களை? நெக்ஸ்ட் குடி. இனி இந்த பையில எவ்வளவு இருக்கு? நீ போடா, நீதான் என்ன கூட்டி ஹாஸ்பிட்டலுக்கு ஓடணும். எனக்கு வலி அதிகமாயிடுச்சுன்னா செல்லம் இதை தூக்கி கீழவே. இனி ஒரு பேக் கூட இல்லாத தீரு. കുറച്ച് ഫുഡും കൂടി ഉണ്ട്, അതുകൂടി കൊടുത്താൽ 20 ഇരിക്കുമല്ല. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കൊടുക്കുന്ന കവറില്ലേ, എക്കോ ഫ്രണ്ട്ലി ബയോ കവർ അല്ലേ, എക്കോണമി എക്കോ ഫ്രണ്ട്ലി ബയോ കവർ. അതായത് പ്ലാസ്റ്റിക് അല്ല നമ്മൾ കൊടുക്കുന്നത്, നല്ല എന്താ പറയുക ക്വാളിറ്റി കവറാണ്. പ്ലാസ്റ്റിക് ഇല്ലാത്ത, ലൈക്ക് പ്ലാസ്റ്റിക് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് വില കൂടിയ ക്വാളിറ്റി കവറാണ് നമ്മൾ കൊടുക്കുന്നത്. ബയോ കവർ എന്ന് പറയും. எப்படியாவது சுற்றி மறுபடியும் டீனருக்கு சுற்றுற மாதிரி. ரங்கநாதன் அந்த ஸ்ட்ரீட் சரவணா, பிரம்மாண்டமாய் சரவணாக்கு ஏறின மாதிரி. போத்தீஸ் அந்த மாதிரி. இல்ல அந்த சைடுல அந்த ஸ்டார்ல சின்ன சின்ன பசங்க வருவாங்க. நம்ம இந்த ஆப்போசிட் ரோடு, மெயின் ரோடுக்கு போற மாதிரி. இப்படி நம்ம திரும்பணும்ல, அது பதிலா அங்கிருந்து ஸ்ட்ரைட்டா போற மாதிரி.
அங்கே போர்ச்சுகீஸ் பார்ப்போம். നമ്മളിനി അടുത്ത ഒരു വഴിക്ക് പോകാം. അടുത്ത സ്ട്രീറ്റിലേക്ക് പോകാനാണ്. എന്നാലാണ് അടുത്ത സ്ട്രീറ്റിൽ കയറിയാലാണ് കുറച്ച് ഫുഡ് കൂടി ഇല്ല, അതുകൂടി കൊടുത്താൽ കഴിയും. ഓക്കെ, കുറച്ച് കേരളം MJ ഹരി ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി ലൈവിൽ. ഇടയ്ക്കൊക്കെ ഒന്ന് തല കാണിക്കാറുണ്ടല്ലേ. നോക്കട്ടെ അടുത്തത് ആരാ ഉള്ളത് നോക്കട്ടെ കേട്ടാ. നാളെ കാലയിൽ 6 മണിക്കെല്ലാം വണ്ടി വരും. ശരിയാ, 10 മണിക്ക് இங்க பார்க்க நிறைய பேர் இருக்குல்ல வந்து பார்க்க வந்து ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാം യാറാതിരിക്കുമാ തമ്പി. ஒருத்தர் வராரு பாரு, லெஃப்ட் லெஃப்ட் லெஃப்ட், அந்தாண்ட அங்க நடந்து வருது பாரு, அந்த பக்கம் போ தம்பி. தம்பி இது கொடுத்துட்டு வா, அந்த ஆளு வந்தோம். கொடுத்தாச்சு. இந்தாப்பா, இதோ அவங்க கூப்பிடுறாங்க. வராங்க നമ്മളെ ഫുഡ് കൊടുക്കുന്ന കണ്ടിട്ട് അങ്ങ് ദൂരത്തുനിന്ന് നമ്മളോട് ചോദിച്ചു വരും. വരാം. ഈ ഒരു ബാഗും കൂടെ കൊടുത്താൽ പിന്നെ കഴിഞ്ഞു. எத்தனை பேர் இருக்கீங்க அண்ணா? இல்ல இது கூட வச்சுக்கோங்க. சரி. ശരി, കൊടുக்கலாம். നമ്മളിങ്ങനെ നമ്മുടെ മഞ്ചരീസിന്റെ അന്നദാനം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയോ? ആവശ്യക്കാരെവിടെയുണ്ടോ இன்னும் ஒரு 20-25 இருக்கு. தோ இங்க இருக்காங்க 2-3 பேரு. இந்த ரைட் சைட்ல வந்து கீழே உட்காந்துருக்கு பாருங்க. 4 எடுத்து போடா. ഒരു കുറച്ച് നമ്മുടെ അന്നദാനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് വാങ്ങണ, നമ്മൾ ആവശ്യക്കാരെ തേടി അവർക്ക് കൊണ്ടു കൊടുക്കും. അവരെവിടെയാണോ ഇരിക്കണമെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കും. എത്ര പേരിടാ? ഒരുത്തരാ ഉണ്ടോ? അവരെപ്പോഴും ഫുഡ് കിട്ടുമ്പോൾ അവരടുത്തുള്ളവരെയും കൂടി ഇനി ഒരുത്തർ വിൽക്കാറുണ്ടോ? അവർ കഴിക്കുന്നുണ്ടല്ലേ. ബൈ. താങ്ക് യു അമ്മ. അവർ ബായ് പറഞ്ഞ് താങ്ക്സ് പറയുന്നുണ്ടല്ലേ. நம்ம நெக்ஸ்ட் அன்னதானம் கொடுக்கும்போது ஒரு 2 கவர் சாம்பார் வைக்கணும்டா. எனக்கு சாம்பார் பத்துமான்ற ஒரு டைம். இதோ ஒரு தாத்தா இருக்காங்க. பத்துமான ஒரு
സാമ്പാർ നമ്മൾ വെക്കുന്നത് മതിയാവോ എന്നൊരു തോന്നലും അല്ലേ. പിന്നെ 2 കവർ സാമ്പാർ, ഒരു കവറിൽ 2 കവർ സാമ്പാർ ഇട്ട് വെക്കണം നമ്മൾ. அப்புறம் என்ன பண்ண தெரியுமா, கொஞ்சம் பொடி இருக்குல்ல, இட்லி பொடி, அது கூட அதுக்கு மேலே தூவണം. നമുക്ക് അടുത്ത പ്രാവശ്യം അന്നദാനം കൊടുക്കുമ്പോഴേ കുറച്ച് പൊടി കൊടുക്കണം, ഇഡ്ലി പൊടിയും 2 കവർ സാമ്പാർ കൊടുക്കണം. സാമ്പാർ മതിയാവില്ല വരുന്നതോ അന്ത താത്ത കൊടുപ്പാ ഇഴ് തമ്പി. അങ്ങനെ ഒരു തോന്നൽ എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്, കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. പക്ഷെ ഒരു കവറും കൂടി വെച്ചാൽ ചിലപ്പോഴേ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർക്ക് രാത്രിക്കും രാവിലത്തേക്കും കൂടി ചേർത്താണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ രാത്രി തന്നെ അത് ഇഡ്ഡലി കഴിക്കുന്നുണ്ടെങ്കിലേ രാവിലത്തേക്ക് കറി ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം. കുറച്ചൊരു കവറും കൂടി നമ്മൾ വെച്ചാൽ അത് അവർക്കൊരു ഉപകാരമാവില്ലേ. കുത്തി വേദന എടുക്കും. അടിക്കണ്ടല്ലോ ഈശ്വരം. നമുക്ക് 2 സാമ്പാറും വെക്കാം, കുറച്ച് പൊടിയും വെക്കാം ഇഡ്ഡലിയുടെ മേളിൽ. ഹലോ, എന്താ മോനെ? മമ്മി അന്നദാനം കൊടുത്തോണ്ടിരിക്കണു. ഓ കഴിച്ചു, മോൻ കഴിച്ചാ? ആണല്ലേ, ശരി. മമ്മി ഇപ്പം അന്നദാനം കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് മക്കളെ വിളിക്കാട്ടാ. വാട്സപ്പിന്റെ ഫോണിലാണ് കുഞ്ഞാ ലൈവ്. ഒരു 15 മിനിറ്റ് മക്കളെ. ഓ ചെയ്തോ മക്കളെ, ചെയ്തോ. ഓക്കെ, താങ്ക് യു ഉമ്മ, ബൈ. ഇവിടെ ആരാ ഉള്ളത് നോക്കട്ടെ. இங்கே யாராவது இருக்கும் கண்ணா? ഇതെല്ലാം സാപ്പാട് പോടുമ്പോൾ ഇവിടെ കുറച്ച് ക്രൗഡാണ്. നമുക്ക് ഇവിടെ നോക്കാം. கண்ணா இது எங்கேயும் தெரியுமா, அந்த ஸ்ட்ரீட் இருக்குல்ல, நம்ம തിങ്സ് വാങ്ങുന്ന സ്ട്രീറ്റ്, ഇവിടെ ഭയങ്കര ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ തുണിക്ക് നോക്കിക്കോ. ഇതൊക്കെ കണ്ടില്ലേ, തുണി കണ്ടില്ലേ? ഞാൻ എപ്പോഴും നിങ്ങളെ ഇതൊക്കെ കാണിക്കണം എന്ന് വിചാരിക്കും. നല്ല തുണിയാണ്, നല്ല ചീപ്പായിട്ട് കിട്ടും ഇവിടെ. കണ്ടോ, ഈച്ച് ആൻഡ് എവറിത്തിങ് ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടും. സീ, இங்கெல்லாம் இருக்கும் கண்ணா. செல்லம் போய் பார்த்துட்டு வா. தோ ஒரு அம்மா உட்காந்துருக்குது பாரு கண்ணா, கொடுத்துட்டு வாடா. அது கொடுத்துட்டு வா செல்லம், கையில் இருக்கிறது கொடுத்து. அந்த பசங்களை கூப்பிட்டு அப்புறம் நீ கொடுத்துட்டு வாம்மா. இந்த அம்மாவுக்கு பசங்க வருவாங்க. அந்த குட்டி பசங்களுக்கு கொடுக்க கண்ணா. പറ മോനെ. ശരി മോനെ, നോക്കട്ടെ. கொடுத்துட்டியா கண்ணா? இனி வேணுமா? இந்தாப்பா. இனி வேணுமா? நாஸ்தா டிஃபன் தான். இந்த சொல்ல കഴിഞ്ഞു.
ഇനി നമുക്ക് സർപ്രൈസ് ആയിട്ട് അവന്തികയ്ക്ക് ഒരു ബാഗ് വാങ്ങിക്കൊടുക്കാം. തമ്പി ഒരു ബാഗ്, സ്കൂൾ ബാഗ് കടയാണ്ട് നിർത്ത്. സർപ്രൈസ് கொடுத்துட்டியா செல்லம்? வீட்டை போலாமா? காலி. கண்ணா கொஞ்சம் ஸ்ட்ரைட்டா போ. யூட்டர்ன் எடுத்து போகும். இங்க இருக்குல்ல, அப்ப எங்காச்சும் ஸ்டாப் பண்றீங்களா கண்ணா? அக்கா வாங்கிட்டு வரவா? சரி, இங்க எங்காச்சும் பார்க் பண்ண, அக்கா போயிட்டு வரேன். வா. ஆன்ட்டிக்கு ஒரு இது வாங்கணும்டா. ஆமா, ஒரு ட்ரெஸ் வாங்கணும், அதே மாதிரி ஒரு ஹேண்ட் பேக் வாங்கணும். ஆண்டி இதோ ஃபோன் பண்ணுறேன். நந்து வா, வாடா. ഇവിടെ കാണിച്ചു തരാം. ഇതൊക്കെ പൊട്ടുകളാണ്. ചെന്നൈ മാർക്കറ്റ്. പാത്ത് വേണ്ട 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 വേണ്ട, നീ ചൈൽഡ് താണ്ടാ. ഫുഡ് തീർന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ. അങ്ങനെ ഞാനും അവന്തിയും കൂടെ എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങണം. എൻ്റെ ബാഗ് ചീത്തയായി, അത് വാങ്ങാനുള്ള പോക്കിലാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് വാങ്ങിയാലോ? കുറേ ദൂരം നടക്കാൻ പറ്റില്ല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തത്തിൽ നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ നടക്കാം. ഇവിടെ മെട്രോൻ്റെ ജോലി നടക്കണോണ്ട് പക്ഷെ അവളെൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ നടക്കാം. 8:10 8:10 എന്ന് പറഞ്ഞുകൊണ്ട്. கொஞ்சம் தள்ளுங்க அண்ணா. നമുക്ക് ഇവിടെയൊക്കെ കണ്ടോ നമ്മുടെ തേങ്ങ ഇല്ലേ, തേങ്ങയുടെ പൂ ഇങ്ങനെ വെക്കും. പാത്ത് ഇത് ഇലന്തിക്ക് ഫ്രൂട്ട്സ്, ഇതെല്ലാം 10 രൂപ എന്ന് പറഞ്ഞിട്ട് അവർ വിൽക്കും. പാത്ത് കണ്ണ, നീ ഏണ്ടി അപ്പി പண்றோ? நான் உன்னை பிடிச்சி எடுத்திட்டு வரோம்ல, 2க்கு நடுவில். അപ്പോൾ നമുക്ക് போயிட்டு வரோம். எல்லாரும் അവന്തിയെ பார்த்துட்டு இருக்காங்க. അവന്തി വലിയ സിറ്റിയാണിത്. പക്ഷേ ഇവിടെ ഇപ്പം മെട്രോ ജോലി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, കാണിച്ചു തരാം. അല്ലെങ്കിൽ ഭയങ്കര വലിയ റോഡും അതും ഇതും. ഇവിടെയും കൂടി മെട്രോ വന്നാൽ പിന്നെ സമാധാനമായി നമുക്ക്. അവിടെ മുതൽ ഇവിടെ വരെ മെട്രോ എന്ന് പറയുന്നത് സൂപ്പറായി. ഇപ്പം എത്തും നമ്മൾ. അവന്തി ஆண்டி ஹேண்ட்பேக் எல்லாம் நாஸ்தி ஆகிட்டோம்ல. சி, நம்ம நல்ல ஒரு ஹேண்ட்பேக் வாங்கலாம். அசிங்கமாக இருக்கும்ல. வாங்கணுமா வேணாவா? வாங்கலாம்ல. சொல்ல மாட்டான், பின்ன என்னதான் சொல்லுவான். അയ്യോ നാരായണ, നമുക്ക് വേഗം നടക്കാൻ ആരോഗ്യം സമ്മതിക്കുന്നില്ല. എന്നാലും നമ്മൾ നടക്കും. അയ്യോ,
நம்ம ரொம்ப தூரம் வந்துட்டியோ. மை டாடி. ஆமா, அப்பா 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 இதோ ஒரு நிமிஷம்ப்பா, இப்போ ஒரு കടയ്ക്ക് പോയിട്ട് வந்துடுறேன். അത് ഞങ്ങളുടെ ഫ്രണ്ട് അപ്പയുടെ കടയിൽ നിന്നാണ് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ തിന്നാം. உங்க கண்ணுக்கு நேரம் வரலட்சுமி சரவணப்பழம். നമുക്ക് വേറെ കട അവിടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, അവിടെ കയറാം. വേണ്ട, അയ്യോ ഇനി അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് നെറ്റ്വർക്ക് കിട്ടുമോ എന്നുള്ളതാണ് അറിയാത്തത്. കൃഷ്ണ ഗുരുവായൂരപ്പ, ക്രിസ്മസ് തത്ത, നെറ്റ്വർക്ക് കിട്ടുമോ എന്നറിയില്ല. നെറ്റ്വർക്ക് അണ്ണാ ബാഗ് ഐറ്റംസ് കോർത്താ. നമുക്ക് ഇതാണ് ശരവണ സ്റ്റോർ. സാന്റാ ക്ലോസ്. ഫോർത്ത് ഫ്ലോർ. ഇതിൽ ഇരിക്കാൻ പാറ്, മൊബൈലെല്ലാം ഇരിക്കില്ല. ഓക്കെ, നമുക്ക് ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇത് കട്ടാവും വൈഫൈ, പക്ഷേ വിഷമിക്കേണ്ട, ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ വരും. ഓക്കെ, നമുക്കൊന്ന് ലിഫ്റ്റിൽ കയറാം. വലിയ ഷോപ്പാണ്. അയ്യോ ഇത് ബദലാ നമ്മൾ. അയ്യോ ലിഫ്റ്റ് വേണം. இந்த ഫോൺ കൊടുക്കണോ ആൻറ്റി? ഒരു മിനിറ്റ്, നമുക്കൊന്ന് ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ ഒന്ന് കട്ടാവും. അത് കാര്യമാക്കണ്ട, വീണ്ടും അങ്ങനെ തന്നെ അത് വരും. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. ഇതുള്ളവേ, അയ്യോ നാരായണ, അത് മേലെ പോയിട്ടേ വരും. നമുക്ക് ഫോർത്ത് ഫ്ലോറില്ല, എസ്കലേറ്റർ ഇല്ല ഇങ്ങ. അയ്യോ 7th പോകും. ആ കീഴെ ഒരാൾ ഇപ്പം വരും കേട്ടോ നമ്മുടെ ലിഫ്റ്റ്. അങ്ങനെ നമ്മളിപ്പം നമ്മുടെ ഫോർത്തിലേക്ക് ഇപ്പം നമ്മൾ പോകും. നല്ല ഹാൻഡ് ബാഗെല്ലാം ഇരിക്കുമാ. ശരി, ആൻറ്റിക്ക് വേണ്ട ഹാൻഡ് ബാഗ് വേണ്ടല്ലേ, വാങ്ങലാല്ലേ? ഇപ്പോൾ மேலே கயறாம். ஓகே, வெயிட்டிங். ஆண்டி எந்த கலர் ஹேண்ட் பேக் வந்து வாங்கணும்னு பார்க்கறதுக்காக தான் எல்லாரும் வெயிட் பண்ணுறாங்க. ஆண்டி ஹேண்ட் பேக் வாங்குறது எனக்கு பிடிக்குமா? நல்ல ஒரு ஹேண்ட் பேக் வாங்கிக்கணும் எனக்கு.
ஓ ஒரு 35-36 வரை வந்துருச்சு. அவந்தி ത്രീയില് വന്നു. നമുക്ക് പോവാം. ഇപ്പം വരും. ചിലപ്പോൾ ലൈവ് കട്ടാവും. ഡോണ്ട് ഫീൽ ബാഡ്. നമുക്ക് മേലെ കയറിയിട്ട് നമുക്ക് വേഗം എത്തും. ചിലപ്പോൾ ലൈവ് കട്ടാവും. One. നമുക്കിപ്പോൾ ഫോർത്തിലെത്താം. ആ 7. ഭാഗ്യം കട്ടായില്ല. കട്ടാവൂ. നോക്കാം. ஃப்ளோர் சொல்லுங்க. 4th 7 செகண்ட் ಹತ್ತು ಕೀಳಂತ ನಮ್ಮ ರೆಸ್ಟ್ ರೂಮ್ போயிட்டு எஸ் செகண்ட் வாங்க. வெயிட் பண்ணு 7 போறோம். ഭാഗ്യം കട്ടായില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ. റെഡി. നല്ല ഫേസ് അല്ലേ അവന്തി? என்னாச்சு? டேகா? பேக் செக்கிங். இது ஒரு தொல்லை. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഒരു ചെറിയ ഷോപ്പാണ്. ഇവരുടെ തന്നെ 3-4 ഷോപ്സ് ഇവിടെ ഉണ്ട്. ബ്രഹ്മാണ്ഡമായി എന്ന് പറഞ്ഞിട്ട് 8 നിലയിൽ 8 ഐറ്റംസ് ഉള്ളത്. ഗംഭീരമായിട്ട്. ஐயோ நாராயண, எவ்வளோ நேரம் ஆகுது? அம்மா சீக்கிரமாக போடுங்கம்மா, டைம் ஆகுதும்மா. போதும் போதும் போதும். என்ன அவங்க பொருள் நம்ம தூக்கிட்டா போகிறோம் பின்ன.
அல்ல அப்படி போனால் அவங்க வேலை தான் முடிஞ்சிருச்சு, அவ்வளோதான். ஏய் ஃபுல்லாக சப்பலாக இருக்குதே. ఇలా జెంట్స్ చెప్పల్ సెక్షన్ తన ఈ చెప్పలకి ఎత్తారు 154 215. ఎక్స్క్యూజ్ మీ. ஒரு ஸ்கூல் பேக் வேணும். இல்ல இது பிடிச்சிருக்கா வந்து? இது ஓகேவா? ஆனா இது லைட் கலரா இருக்குது. கலர் அழுக்கப்பட்டா அவ்வளவுதான். பெருசா வேணும்ல? அதெல்லாம் அழுக்குப்பட்டுடா சீக்கிரமே. அழுக்குப்பட்டா தெரியக்கூடாது, அந்த மாதிரி பேக் வாங்கணும். குட்டி பசங்க பேக் இல்ல? வேண்டாம் பிடிஎஸ் வாங்கினா அங்கே போனால் சண்டே ஆகிடும். அப்புறம் பெருசாக வேணும்ல வந்து? பார்க்குறேன் ஒரு நிமிஷம். வந்து இது பாரு, கலர்ல வேற கலர் இருக்கா? பிளாக் கலர் இருக்காக்கா? அவன் இது சைஸ் பத்துமா? கொஞ்சம் பெரிய, கொஞ்சம் கூட பெருசாக்கா? ரொம்ப பெருசா? ரொம்ப பெருசு வேண்டாம். இது சின்ன சைஸ். ஓ, எதுல பெரிய சைஸ் இருக்கும்? பெரிய சைஸ். இதுல இருந்து அதெல்லாம் சின்ன சைஸ். அது சின்ன சைஸ் செல்லம். இதுல இருந்து பெரிய சைஸ். இது அது சின்னதாண்டா. இதுல இருந்து அங்க ரொம்ப போவாது. ஆனா ரேட் அதிகம். பெரிய சைஸ் ரொம்ப பெரிய சைஸ். ரொம்ப பெருசா? பாப்பாவுக்கு கரெக்டா இருக்கும், ஆனா ரேட் அதிகம். ரேட் ப்ராப்ளம் இல்ல, கொஞ்சம் பெரிய பேக் கிடைக்கணும் அவ்வளவுதான். பேக் அதெல்லாம் நல்லா இருக்கும். இது இதுவும் பெரிய சைஸ் தான். அதை ஓபன் பண்ணுங்க பாரு வந்து. பார்த்து எல்லா புக்கும் வைக்கிற மாதிரி உனக்கு பத்துற மாதிரி எடுத்துக்கும், சரியா? கரெக்டா இருக்கான்னு பார்த்துட வந்து. இல்ல இந்த மாதிரி இந்த மாதிரி இது வேண்டாம். இது பாரு, காட்டன்ல எடுக்கணும் நீ எடுக்கும்போது, சரியா? இந்த மாதிரி இருக்கணும் உள்ள. இது வேணும். அவந்தி அது சின்னதா வந்தி, ரொம்ப எல்லாம் வைக்க முடியாது, சின்னது. அது அது வேண்டாம். அது எடுங்கக்கா, அது எடுங்கக்கா. அவந்தி இது பாரு, இது பாரு. ஆமா அது இது ஈக்குவல் தான். இதுதான் கொஞ்சம் கூட அழகா இருக்குது. இது பாருடா, அதை ஓப்பன் பண்ண. அதை ஃபர்ஸ்ட் சிப் அப்படி தான் இருக்கும். அக்கா கையில் இருக்கிறது கூட நல்லா இருக்க வந்தி. ஆமா இது கூட சாஃப்டா இருக்கு. இது ஓகே. இது ஓகேவா? பிடிச்சிருக்க உனக்கு? லேடிஸ் கலர் பார்க்கணுமா? ஆனா லைட் கலர் எடுத்தா கஷ்டமா இருக்கும். நல்ல கிளாத் அக்கா. அது
ஆல்ஃபா வந்துட்டு அது பிளாக் இது இது இந்த கையில் வச்சு ஹாப்பியா? ஆனால் சிரிப்பே இல்லை ஃபேஸில். வெக்கமா? அது விடுங்க. அது பிடிச்சிருக்கா உனக்கு? ஏய், மொபைல் அங்கே வைக்கக்கூடாது. வழிக்கு விழுந்துச்சுன்னா செல்லு உடஞ்சிரும்ல. அதோட பக்கத்தில் ஸ்டார் போட்டது இது இது அந்த பிங்க்கு. அது கூட அந்த லவ்னு போட்டுருக்குது. அது பக்கத்துல இது பிங்கா சொல்றீங்க. அதுவும் அந்த வெஸ்டாவும். இந்த பிங்கும் நல்லா இருக்கு. பிடிச்சிருக்காது? இது ஓகேவா? அப்ப இது எடுத்துக்கோக்கா. செக் பண்ணுங்க அது. பாரு அவந்தி, நல்லா செக் பண்ண சிம்பெல்லாம். என்ன ரேட் அக்கா அதுக்கு? $869. ஓகே, எடுத்துக்கோங்க. அது ஓகே அண்ணக்கா. எது பிங்கா? ஆனா அது கொஞ்சம் லைட்டா இருக்கு. நல்லா இருக்கு. நல்லா இருக்கு. 869. இந்தா குருவாயூர் மஞ்சரிஸ் gift உனக்கு. ஓகே, താങ്ക് യു സോ മച്ച്. അപ്പോൾ അവൾക്കൊരു ബാഗ് കിട്ടി. എതിർപ്പാക്കവേ ഇല്ലല്ലേ? ചൂടാ. താങ്ക് യു. നീ ഹാപ്പി ആയിരു சரியா? അപ്പോൾ അവൾക്കൊരു ബാഗ് കിട്ടിയതിൻ്റെ സന്തോഷം. മൊബൈലെല്ലാം എടുത്തിരിച്ച അമ്മ ഇല്ല, അവളത് അമ്മ ഒന്ന് ഒരു കവറും തൂക്കി ഇന്ന് പോണുണ്ട്. അവളുടെ പഴയ മറ്റേ ഏതാണ്ട് തുന്നിക്കാൻ വേണ്ടിയിട്ട്. തരുവല്ല, അവളുടെ പഴയ തുണി തുന്നിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തുന്നി കൊടുക്കുക. അയാളെ മടക്കി വിട്ടവളെ. ലിഫ്റ്റ് എങ്ക ഇല്ല, നമ്മ സ്റ്റെയർ കേസ് വഴിയെ പോള. അമ്മാ നാരായണ. நல்ல பங்கிண்டല്ലേ? இது வெளியே மாட்டலாம் நல்லா இருக்கும்ல. இதானே ஷூட்டுக்கெல்லாம் யூஸ் பண்ணுவாங்க. எதுக்கு? ஆமாம், நல்ல ஸ்கேட் இல்லை இது. இது நோக்கு 260. ஆனால் இந்த மாதிரி போடுறதுக்கு யாரும் இல்லை நம்மளுக்கு. ഒരു ക്യാപ്പ് കണ്ടോ? ഇത് എത്ര? 117. ദിസ് ഓൾസോ ഗുഡ് നാ? 117. ഹരേ കൃഷ്ണ. കുട്ടി ട്രൗസർ, ന്യൂ ബോൺ ബേബീസ് ട്രൗസർ. ഇല്ല, ന്യൂ ബോൺ ഇല്ല. അതിവിടെ ചിന്ന സൈസ്. ഇത് എത്രയെന്നറിയോ? 47 രൂപ. சின்ன குழந்தைக்கு யாரும் இல்லையே நமக்கு. சூப்பர். இதெல்லாம் கிறிஸ்மஸ் ஸ்பெஷல். ഇനി അവൾക്ക് ബാഗ് ഇല്ലാത്ത പ്രശ്നം വേണ്ട. അവളുടെ ബാഗിൻ്റെ കാര്യം കോംപ്രമൈസ് ആയി. അതാ നമ്മ അങ്ങ് വാങ്ങിക്കണം ശബരിയിൽ. റിസപ്ഷൻ കീഴെ തന്നെ. സോറി, റിസപ്ഷൻ கேஷ் கவுண்டர் கீழே தானே. இது பேக் இங்கே போட்டுக்கலாமா? சரி கண்ணா, அப்போ அங்கேயே போட்டுக்கலாம். கீழே போகலாமா? ஃப்ரீயாக இருக்கணும். ரிசப்ஷன் அப்போ நமக்கு தாழെ போயிட்டு ஹாஸ்பிட்டல் நீங்கள் போகிறனால. ஆமாம், எப்போவுமே ഹോസ്പിറ്റൽ അല്ലേ. ഇപ്പം അടിക്കടി ഓടി ഓടി പോണത് ഹോസ്പിറ്റലിലേക്കല്ലേ. അപ്പം അതുകൊണ്ട് റിസപ്ഷൻ എവിടെ എന്നുള്ള ചോദ്യമായി.
இங்கே பில் போட்டுக்கலாமே. பா ஆண்டியோட ஏடிஎம் கார்டு எடுத்து கொடு. இவங்க இந்த மாதிரி போட்டு வச்சுருக்காங்களே, எப்படி ஓப்பன் பண்ணுறது? அவங்ககிட்ட வந்து சொல்லலாம். ஆனால் எனக்கு இது எடுக்கணும், கார்டு எடுக்கணும். அங்கே டேக் கட் பண்ணிக்கோங்க. டெய்லியும் இங்கே கட் பண்ணிக்கோ. പ്രേമമാ അങ്ങനെ അവന്തിക്കുട്ടി നമ്മുടെ അവളുടെ ബാഗ് പർച്ചേസ് ചെയ്തു. സ്ട്രീറ്റിലൊക്കെ ബാഗുണ്ട്, പക്ഷേ അവൾക്കും ആഗ്രഹം കാണില്ലേ നല്ലൊരു കടയിൽ കയറിയിട്ട് നല്ലൊരു ബാഗ് വാങ്ങിക്കണമെന്ന്. അതുകൊണ്ടാട്ടോ. അവരെയൊക്കെ ആരാ ഇങ്ങനെ കൊണ്ടുവരാനുള്ളത്? നമ്മൾ ഷൂട്ടിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായിട്ടെങ്കിലും വാങ്ങിക്കാൻ വരുമല്ലോ. ആമാപ്പാ. നല്ല ബാഗല്ലേ? ലവ്. ഇതേ കളറിൽ ഫസ്റ്റ് ഞാൻ ഒരു ലൈറ്റ് പിങ്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്, ലെമൺ ഗ്രീൻ, മെറൂൺ, റെഡ്, ഗ്രീൻ. ഒരു സ്കൂൾ കുട്ടിക്ക് ഒരു ബാഗ് കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണല്ലേ? ഒരു പുതിയ ബാഗ് കിട്ടുക. ആ പുതിയ ബാഗ് എന്തൊക്കെ സ്കൂളിൽ പോവുക. ലവന്തി പാവം തന്നെയാ. അങ്ങനെ നമ്മൾ നമ്മുടെ അവന്തിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു, ഒരു ബാഗ്. എന്നാ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. ലൈവ് കട്ട് ചെയ്തിട്ട്. യെസ് കണ്ണാ, ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. നാളെ ലൈവ് ഉണ്ടാവില്ല, നാളെ ഷൂട്ടുണ്ട്. അമന്തി once again say thanks. Thank you so much. எதுக்கு? யாருக்கிட்ட? ഗുരുവായൂർ മഞ്ചീസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി അവൾ ഈ ലൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, അവളുടെ വക കുറേ കഥകളുണ്ട്. ലൈവിലൊക്കെ ഭയങ്കര ഷൈ ആയിരിക്കും. അത് കഴിയുമ്പോൾ ഇനി കുറേ കഥകളുണ്ട് അവളുടെ വക. ആൻറ്റി അങ്ങനെ ആൻറ്റി, ഇങ്ങനെ ആൻറ്റി, അതാൻറ്റി, ഇതാൻറ്റി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവന്തിക്ക് ഒരു സർപ്രൈസ് ബാഗ് കിട്ടി. അല്ല അവന്തി, ഒരു കേറി പറഞ്ഞൊരു ബാഗും കൊണ്ടാ തുന്നാൻ പോയത് അവൾ ഇന്ന് രാവിലെ. നോക്കണേ, അയാൾ ഓടിച്ചു വിട്ടവളെ. അപ്പോഴേ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ വാങ്ങിച്ചതാ. എന്നാ ശരി കേട്ടോ. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. നാളെ ഷൂട്ടുണ്ട്. നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ വേഗം വീട്ടിൽ പോട്ടെ. ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ. വേണ്ട കണ്ണ, ரொம்ப നേരം ആകും, 1 hour ആകും. നാളെ കാണാം കേട്ടോ. ബൈ.